നമസ്തേ, ജനഡിബേറ്റിലേക്ക് സ്വാഗതം. UDF-ലേക്കുള്ള വഴി വെട്ടിത്തുറന്നിരിക്കുകയാണ് ജയിൽ മോചിതനായ PV അൻവർ MLA. 18 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിനു ശേഷം അൻവർ ആദ്യം പോയത് പാണക്കാട്ടേക്കാണ്. മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം UDF-ലേക്കുള്ള മുന്നണി പ്രവേശം അൻവർ ഉറപ്പിച്ച മട്ടാണ്. രാഹുലിന്റെ പിതൃത്വം പരസ്യമായി ചോദ്യം ചെയ്ത, നിലമ്പൂരിൽ ആര്യാടന്റെ പൈതൃകമില്ലാതാക്കിയ, ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ തോൽവിക്ക് കാരണക്കാരനായ VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച അൻവറിനെ മുസ്ലിം ലീഗ് ചേർത്ത് പിടിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് കോൺഗ്രസ്. മുന്നണിയിലെ ഒന്നാമനായി മുസ്ലിം ലീഗ് മാറുകയാണോ? UDF-ലെ കോൺഗ്രസ് മേധാവിത്വം തീർന്നോ? ഹൈക്കമാൻഡ് പാണക്കാട്ടാണോ? എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ്. ആദ്യം പാണക്കാട്ടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം കേട്ടുവരാം. അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. അത് UDF-ൻ്റെ കടമയാണല്ലോ. UDF ഇനിയും 10 വർഷമായി ഇപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണ്. ഇനിയും UDF-ന് അധികാരത്തിൽ വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. പല ഘട്ടത്തിൽ മലയോര കർഷകരുടെ പ്രശ്നമാണ് ഇന്ന് അൻവർ MLA അവർ തങ്ങളുമായി സംസാരിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് സംസാരിച്ചതുമൊക്കെ സ്വാഭാവികമായി കൃഷിക്കാരുടെ, മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ, ഒരു വളരെ സാധാരണക്കാരായ ആളുകളുടെ ഗൗരവമുള്ള പ്രശ്നം. ആ പ്രശ്നത്തോട് പാർട്ടിക്ക് വളരെ അനുഭവമാണ്. ആ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാം, വർഷങ്ങളായി പരാതി ഒരു പരിഹാരവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ കമ്മിറ്റഡാണ്. ആ കാര്യമാണ് വളരെ ഫോക്കസ് കൊടുത്ത് ഇന്ന് ഉണ്ടായ ചർച്ച. UDF നേതൃത്വം എന്ന നിലക്കല്ല, പാണക്കാട് തങ്ങൾ എന്ന നിലക്കാണ് ഇപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം പാണക്കാട് തറവാട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അത്താണിയാണ്. സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ പ്രയാസം അനുഭവിക്കുമ്പം, ഒറ്റപ്പെടുമ്പോൾ ഒരു ജനതയുടെ, സമൂഹത്തിൻ്റെ മൊത്തം സഹായത്തിനായി കക്ഷി, രാഷ്ട്രീയ, ജാതി, മതവ്യത്യാസമില്ലാതെ തളരുന്നവരെ സഹായിക്കുന്നവരാണ്. ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ, അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജനഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP-യുടെ പ്രതിനിധി യുവരാജ് ഗോകുൽ, കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ്, ലീഗിന്റെ പ്രതിനിധി CK ഷാക്കിർ, ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, UDF-ലെ കാര്യങ്ങൾ മാറിമറിയുകയാണോ? ഈ അടുത്ത കാലം വരെ, ഇതുവരെയുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് UDF-ലെ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കോൺഗ്രസ് ആണ്. അതിനെ പിന്താങ്ങുന്ന സമീപനം മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു രണ്ടാമത്തെ പൊസിഷനിൽ മുസ്ലിം ലീഗ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ UDF രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട്, കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ലീഗ് ഒരു വല്യേട്ടൻ മനോഭാവത്തോടെ മുന്നണിക്കകത്ത് പെരുമാറുന്നു. ആ രീതിയിൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് PV അൻവറിൻ്റെ കാര്യത്തിൽ. PV അൻവറിനെ നമുക്കറിയാം, അവിടെ ഇടത് ചേരിയിലായിരിക്കുമ്പോൾ രാഹുലിൻ്റെ DNA പരിശോധന നടത്തണമെന്ന് പറഞ്ഞ PV അൻവർ, പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ 140 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച PV അൻവർ, ആ PV അൻവർ UDF-നോട് ചേർന്ന് നിൽക്കുമ്പോൾ UDF-ലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പണിപ്പെടുന്നത് മുസ്ലിം ലീഗാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ സ്ഥിതിവിശേഷത്തെ കാണുന്നത്? കോൺഗ്രസിനെ വരുതിക്ക് നിർത്തുകയാണോ മുസ്ലിം ലീഗ്? അല്ല, അങ്ങ് ചോദിച്ച ആദ്യത്തെ ചോദ്യം കോൺഗ്രസിന്റെ മേധാവിത്വത്തെ
ഇപ്പൊ UDF അങ്ങനെ കോൺഗ്രസ് മേധാവിത്വമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മേധാവിത്വം എന്നുള്ളത് കോൺഗ്രസിലില്ല, UDF-ലില്ല. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും, കാരണം MLA-മാരാരുമില്ലാത്ത വളരെ ചെറിയ പാർട്ടിയായ CMB-യുടെ നേതാവ് CP ജോണിനും UDF-ലെ തുല്യമായ പരിഗണനയാണ്. അത് ഞങ്ങളും അതെ, അങ്ങോട്ടും അതെ. അപ്പൊ അവിടെ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ കൊച്ചേട്ടൻ എന്നുള്ളൊരു ഭാവം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ MLA-മാരുടെ എണ്ണത്തിൽ നോക്കിയാൽ ഇപ്പൊ ഞങ്ങൾ ഒന്നാമത് നിൽക്കുന്നു, 15 MLA-മാരുള്ള മുസ്ലിം ലീഗ് രണ്ടാമത് നിൽക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങളൊരു വലിയ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഞങ്ങളെക്കാൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം, അതായത് MLA-മാരുടെ നമ്പറുകളുടെ വ്യത്യാസത്തിൽ, അങ്ങനെ നമ്പറുകളുടെ വലിപ്പ ചെറുപ്പത്തിൽ ഒരു വ്യത്യാസവും ഘടകകക്ഷികൾ തമ്മിൽ നിലവിൽ UDF-ൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം PV അൻവർ അദ്ദേഹം UDF-ലേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ്. അൻവർ ഒരു കാലത്ത് KPCC മെമ്പറായിരുന്നു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വളരെ അടുത്ത അനുയായിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുമായിരുന്നു ഈ PV അൻവർ. അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷത്ത് പോയി, ഇടതുപക്ഷത്ത് നിന്ന് MLA ആയി, അദ്ദേഹം സ്വതന്ത്രനായി പാർലമെന്റിലേക്ക് മത്സരിച്ചു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം PV അൻവർ അന്ന് പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് PV അൻവർ എന്ന ഇടതുപക്ഷക്കാരനും ഇടതുപക്ഷത്തു നിന്ന് പ്രസംഗിച്ചിട്ടുള്ള. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇപ്പം വിരലിലുണ്ടാവുന്ന ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ, 1 മാസം അല്ലെ 2 മാസമേ ആയിട്ടുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം വരെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷവും കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളായിരുന്നു ഡോക്ടർ സരിനായിരിക്കും ഒരുപക്ഷെ, ഞങ്ങളൊക്കെ KPCC-യുടെ മീഡിയ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ സരിനുമായിട്ട് വളരെ അടുത്ത ബന്ധവും പരിചയവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഒരുപക്ഷെ കേരളത്തിലെ നവമാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും തുറന്ന വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള വേറൊരാളും കോൺഗ്രസ് പാർട്ടിയിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം കോൺഗ്രസിൽ നിന്നപ്പോൾ ചെയ്തതാണ്. അദ്ദേഹം പ്രത്യേകമായ കാരണത്താൽ അപ്പുറത്തേക്ക് പോയി. രാഷ്ട്രീയത്തിൽ വ്യക്തികളല്ല, അത് ഇഷ്യൂസിനെ ബേസ് ചെയ്തുള്ള നിലപാടുകളാണ്. ആ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അൻവർ എടുത്തിരിക്കുന്ന നിലപാട് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം ഈ ഗവൺമെന്റിനും എടുത്തിരിക്കുന്ന നിലപാടാണ്. ഇപ്പൊ മിനിഞ്ഞാന്നാള് അൻവറിനെ അറസ്റ്റ് ചെയ്തത്, അതിനെ ആദ്യം അപലപിച്ചത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം K സുധാകരൻ, രമേശ് ചെന്നിത്തല, UDF-ന്റെ മുഴുവൻ നേതാക്കളും അതിനെ അപലപിച്ചിരിക്കുകയാണ്. അവിടെ അറസ്റ്റിന്റെ സാഹചര്യം എന്താണ്? അവിടെ മണി എന്ന് പറയുന്ന ചോളനായിക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി, ആ ആദിവാസി നാട്ടിൽ പോയിട്ട് തിരിച്ച് തന്റെ ഊരിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു എന്താ പറഞ്ഞേ ഒരു സങ്കട കാഴ്ച, തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ രക്ഷിച്ചതിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ തന്റെ ജീവൻ ബലി കൊടുക്കുകയാണിത്. 2 വയസ്സ് മുതൽ മുകളിലേക്കുള്ള തന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതിന് വഴിയൊരുക്കിയിട്ട് കാട്ടാനയുടെ മുമ്പിൽ സ്വയം എന്ന് പറഞ്ഞ ഒരു ബലിയാടായി നിന്നുകൊണ്ടാണ് ആ മനുഷ്യന്റെ മരണം ഉണ്ടായത്. അപ്പൊ ആ മനുഷ്യന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ സ്ഥലത്തെ MLA-യുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തി. അതെല്ലാ നാട്ടിലും സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരുപക്ഷെ റെജി ലൂക്കോസോ അല്ലെങ്കിൽ ഗോകുലോ ഒരു വനപ്രദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങള് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഈ വനഭൂമിയും വനപ്രദേശങ്ങളും കാട്ടാനയുടെ ആക്രമണവും വന്യജീവിയുടെ ആക്രമണവും. അപ്പൊ ഒരാൾ മരിച്ച ഇത്രയും എന്താ പറഞ്ഞ സങ്കടകരമായ ഒരു ഘട്ടത്തിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടന്ന ഒരു മാർച്ചിൽ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. PV അൻവർ ഫോറസ്റ്റ് സ്റ്റേഷന് അകത്ത് കയറിയെന്നോ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പൊതുമുതലുകൾ നശിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയുമില്ല. ഞങ്ങളും നിരന്തരമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. കാരണം വനം വകുപ്പിന്റെ നിഷ്ക്രിയത്വവും ഒരുപക്ഷെ PV അൻവറിന്റെ സേനാപതി വേണു, ഞാനൊന്ന് ഇടപെടുന്നത് കൊണ്ട് അങ്ങ് ക്ഷമിക്കുക. PV അൻവർ വേണ്ടിയിരുന്നോ ഈ മലയോര ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ? ഇവിടെ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലേ? മുസ്ലിം ലീഗ് എന്താണ് അക്കാര്യത്തിൽ ചെയ്തത്? അങ്ങനെ ഒരു പ്രതിപക്ഷം, ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം PV അൻവർ എത്തിയതിലൂടെ മാത്രമാണോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? അതല്ല. അവിടെ എത്തിയ ജനപ്രതിനിധികളിൽ ആദ്യം വന്നയാള് അവിടുത്തെ MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ സമരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്നു എന്നുള്ളത്. അപ്പോ അദ്ദേഹം നടത്തിയ സമരം അതൊരു എന്താ പറഞ്ഞ ഒരു പ്രത്യേക ആവശ്യം, അതായത് ജനങ്ങളുടെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തിയ ഒരു സമരമാണ്. ആ സമരത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. ഇവിടെ രണ്ടാമത്തെ ചോദ്യം,
PV അൻവറിനെ പോലെ, അൻവർ നിൽക്കട്ടെ, ഒരു MLA രാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? കാരണം കോടതിയുടെ വിധി, ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം നേരിട്ട് ഈ കൃത്യങ്ങളിൽ ഒന്നും പങ്കെടുത്ത ആളല്ല, ഇദ്ദേഹം ഫോറസ്റ്റ് സ്റ്റേഷനകത്ത് കയറിയിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇഷ്യൂ ഉണ്ടായത്. ഇവിടെ നീലിമ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ കാണെ ആ നിയമസഭയ്ക്കകത്ത് എത്രയോ വലിയ പൊതുമുതൽ നശീകരണവും, സ്പീക്കറുടെ ഡയസ് തല്ലി തകർക്കുന്നത്, കസേര തല്ലി തകർക്കുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ യഥാർത്ഥത്തിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കന്മാരൊക്കെ പ്രതികളാകേണ്ടതാണ്. പക്ഷെ 6 പേരുടെ പേരിൽ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. ആ 6 പേരെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കക്ഷിയുടെ മുഴുവൻ MLA-മാരും, അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ MLA-മാരും ഇന്നത്തെ അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതൊക്കെ, അവരൊക്കെ എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളതൊക്കെ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ സേനാപതി വേണു, ഞാൻ അങ്ങയിലേക്ക് എത്താം. അതായത് അങ്ങ് പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് PV അൻവർ ഉയർത്തിയ ഈ ഒരു ജനകീയ പ്രശ്നത്തെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു, PV അൻവറിനെ ഞങ്ങൾ സ്വമേധയാ അങ്ങ് സ്വാംശീകരിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊരു സന്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി CK ഷാക്കിറിലേക്കാണ് പോകുന്നത്. ഷാക്കിർ, ഇന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, എങ്ങനെയും അധികാരം പിടിക്കണം, ഇനി അധികാരമില്ലാതെ ഇങ്ങനെ പുറത്തു നിൽക്കാൻ സാധിക്കില്ല. ഈ അധികാരം പിടിക്കാൻ PV അൻവറിനെ കൂട്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം PV അൻവറിനെ കൂടെ കൂട്ടുന്നതിലൂടെ? PV അൻവറിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ അല്ല യഥാർത്ഥത്തിൽ അതിന് ചേരുന്നത്. അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PV അൻവർ MLA-യും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇന്ന് നിങ്ങളോട്, മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് വെച്ച് പറഞ്ഞല്ലോ. അത് എല്ലാ ആളുകളും വന്നു ചേരുന്ന പ്രതിസന്ധിയോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടാകുമ്പോൾ ജാതി മതഭേദമന്യേ ആളുകളൊക്കെ വന്ന് അത്താണിയായി സമീപിക്കുന്ന ഒരു സ്ഥലമാണ് പാണക്കാട് തറവാട്. അങ്ങനെ പാണക്കാട് തങ്ങളെ ഞാൻ രാഷ്ട്രീയപരമായി കാണാൻ വന്നതല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വൈകുന്നേരം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും ആളുകൾ കൃത്യമായി പറഞ്ഞു, ഓരോ ദിവസവും ഓരോ ചാനലിൽ ഓരോ ആളുകളെയും സംഘടനയും UDF-ൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് UDF-ന്റെ നേതാക്കന്മാർ എന്നുള്ള നിലക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കണം എന്ന് അദ്ദേഹം പരിഹാസ്യ രൂപേണ പറയുകയുണ്ടായി. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. UDF-ലേക്ക് ആളെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു ആൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സമരത്തെ പിണറായി വിജയൻ്റെ സർക്കാർ നേരിട്ട് നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നിയമസഭ തല്ലിപ്പൊളിച്ചയിലെ പ്രതിയായിട്ടുള്ള ആൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുകയാണ്, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കെതിരെ അറസ്റ്റില്ല, ജയിലില്ല, ഒന്നുമില്ല. എന്നാൽ ഇപ്പുറത്ത് 35,000 രൂപയുടെ നഷ്ടം വരുത്തി ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു MLA-യെ ഇപ്പോൾ രാത്രി വീട് വളഞ്ഞ് 120ഓളം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ രാഷ്ട്രീയപരമായ ഒരു വിഷയം അല്ല, അല്ലെങ്കിൽ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യമായി പറയുന്നതിനൊരു മടിയില്ലല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, PV അൻവർ കോൺഗ്രസിൻ്റെ പഴയ നേതാവായിരുന്നു. അദ്ദേഹം ഏറനാട് നിയോജക മണ്ഡലത്തിൽ 2011 സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ CPM-കാർ LDF-ന്റെ സ്ഥാനാർത്ഥിയിരിക്കെ അൻവറിന് വോട്ട് ചെയ്തവരാണ്. 2016 അൻവറിനെ അവിടെ നിലമ്പൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു വിജയിപ്പിച്ചവരാണ്. 2021 അതെ. അതിനിടയ്ക്ക് പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനും VD സതീശനെ പോലും. ഇപ്പോൾ നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ നോക്കൂ. PV അൻവർ പാണക്കാട്ട് എത്തിയപ്പോൾ നൽകിയ ഉജ്ജ്വല സ്വീകരണമാണ്. ഒരു വിസിറ്റർ എന്ന നിലയിൽ പാണക്കാടേക്ക് എത്തിയ PV അൻവറിന് ഇത്രമേൽ വലിയ ഒരു ഊഷ്മള സ്വീകരണമൊക്കെ നൽകുക. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ശ്രീ രമേശ് ചെന്നിത്തല അവിടെ എത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്കൊന്നും ഇത്ര വലിയ ഒരു ഊഷ്മളമായ സ്വീകരണം പാണക്കാട്ട് കിട്ടിയില്ല. ഇപ്പോൾ നോക്കൂ, മുന്നണി പ്രവേശനത്തിൻ്റെ ഭാഗമായല്ല PV അൻവർ അവിടെ എത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെയോ കൂടെ നിൽക്കുന്നവരുടെയോ ശരീരഭാഷയിൽ നിന്ന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും ഷാക്കിർ? മാത്രവുമല്ല, സാദിഖ് അലി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തു, മുന്നണിയിൽ കൂടുതൽ ചർച്ച വേണം, മുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാട്ടാന പ്രശ്നം മാത്രം മുൻനിർത്തി PV അൻവർ പാണക്കാട്ടേക്ക് എത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഷാക്കിർ? നിങ്ങൾ നീലിമ പാണക്കാട്ടെ ഒരു സിസ്റ്റം അറിയാത്തത് കൊണ്ടാണ്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും
പാണക്കാട്ടെ എല്ലാ തങ്ങന്മാരും വീടുകളിൽ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത ദിവസമാണ്. അത് പൂക്കോയ തങ്ങളുടെ കാലവും ശിഹാബ് തങ്ങളുടെ കാലം മുതൽ അങ്ങനെ തന്നെയാണ്. സാദിഖലി തങ്ങളുടെ വീടാണെങ്കിലും എല്ലാ വീട്ടിലും നിങ്ങൾ പോയാൽ അറിയാം, ചൊവ്വാഴ്ച സുബഹി മുതൽ, അല്ലാത്ത ദിവസം ഉണ്ടാവും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവർ പുറത്തു പോവാറില്ല. ആളുകളുടെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മുഴുവൻ, ഏത് മനുഷ്യരും ജാതി മതഭേദമന്യേ വരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ആ ദിവസമാണെന്ന് ചൊവ്വാഴ്ച ദിവസം അവിടെ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് തങ്ങളെ കാണാനും ശരി, മുസ്ലിം ലീഗിന്റെ വാദം എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല നടന്നത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ജയിൽ മോചിതനായ PV അൻവർ എത്തുന്നു. വളരെ നിഷ്കളങ്കമായ മറുപടി. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ് ലൈനിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, പിണറായി വിജയനുമായി തെറ്റിയതിന് ശേഷം എത്രയെത്ര വഴികളിലേക്കാണ് PV അൻവർ കടന്നു ചെന്നത്? DMK-യിൽ ചേക്കാറാൻ നോക്കി, TMC-യിലേക്ക് പോകാൻ നോക്കി, RJD അടക്കമുള്ള പാർട്ടികളെ സമീപിച്ചു. എങ്ങു നിന്നും ഒരു എൻട്രി കിട്ടിയില്ല. പക്ഷേ വ്യാജ DMK എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം രൂപീകരിച്ച് ആ പേരിലൊക്കെയാണ് ആലത്തൂരിലടക്കം മത്സരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായത്. അവസാനം അപ്രസക്തനായി നിന്ന PV അൻവറിനെ പ്രസക്തനാക്കാൻ പിണറായി സർക്കാർ നന്നേ പാടുപെട്ടു. അതൊരു തരം പാടുപെടലായിരുന്നോ മണ്ടത്തരമായിരുന്നോ? എന്താണ് ഇപ്പോൾ CPM-ന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? അല്ല, CPM-ന് പറയാനുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കേരളം ഒരു ദയനീയമായ കരച്ചിൽ കേട്ടു. അത് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ കേരള ഘടകത്തിന്റെ പ്രസിഡന്റായ സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു ദയനീയമായ ഒരു കരച്ചിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയെങ്കിലും 2026 അധികാരത്തിൽ വന്നേ പറ്റൂ, അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയോ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയോ. അപ്പൊ എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടിയാളിൽ അധികാരത്തിൽ എത്തണമെന്നുള്ള UDF-ലെ പ്രമുഖ ഒരു ഘടകകക്ഷിയുടെ നേതാവ് പരസ്യമായിട്ട് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പൊ UDF എന്ന് പറയുന്നത്. അതാണ് അതിനകത്ത് പറയാനുള്ള ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം PV അൻവറിനെ കുറിച്ച് പറയാം. PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും നിരന്തരമായി വാർത്താമാധ്യമങ്ങളെ അവഗണിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറെ പ്രാധാന്യം കിട്ടി മാധ്യമങ്ങൾക്ക്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ, വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു ഹോബിയാണ്. അതിന് ആ രീതിയിൽ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പുള്ളി അപ്രസക്തനായി. ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ, വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നിലപാടിലെ വൈരുദ്ധ്യങ്ങൾ തന്നെ കേരളം കണ്ടു. പിന്നെ അന്നും കുറച്ച് സമയം മൈക്കുകൾ അദ്ദേഹത്തിന് മുമ്പിൽ ക്യാമറ ഓൺ ചെയ്ത് കിട്ടി. അതിനുശേഷം കഴിഞ്ഞ 3-3.5 മാസമായിട്ട് PV അൻവർ അപ്രസക്തനായി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ. അതിനുള്ള ഗ്രാവിറ്റിയോട് പൊളിറ്റിക്കലി അദ്ദേഹത്തിനുണ്ട്. തന്നെയുമല്ല, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ പോയി. ആദ്യം DMK പോയി കണ്ടു, സ്റ്റാലിൻ പോകാൻ കൊടുത്തില്ല, DMK എന്നുള്ള പേര് സ്വീകരിച്ചു. ഡൽഹിയിൽ പോയി ദക്ഷിണേന്ത്യ പോലില്ലാത്ത പല പാർട്ടിയും, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാത്ത കുറെ പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്തി. അവരാരും അംഗീകരിച്ചില്ല. തിരിച്ച് നാട്ടിൽ വന്ന് ഒരു യാത്ര നടത്തി. ആ യാത്രയുടെ കാര്യമാണ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം വന്യമൃഗങ്ങളുടെ രക്ഷകനായിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ രക്ഷകനായിട്ട് വേഷം കെട്ടി വയനാട്ടിലെ പനമരത്തുനിന്ന് ഒരു യാത്ര തുടങ്ങി. 3 DCC പ്രസിഡന്റുമാരെ പേര് കൊടുത്തു. ഒരാൾ പോലും അത് പങ്കെടുത്തില്ല. KPCC നിർദ്ദേശം കൊടുത്തു ഇദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത്. ആരുമില്ല, കുറെ ജണ്ടകെട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുമായിട്ട് 3-ാം ദിവസം തന്റെ സ്വന്തം മണ്ഡലമായ നിയോജകമണ്ഡലമായ നിലമ്പൂർ എത്തുമ്പോൾ അദ്ദേഹത്തിന് വീട് കിട്ടിയ അവസരമാണ്. ഒരു ആദിവാസി യുവാവ് 38,000 മണിയെ ഒരാന ചവിട്ടിക്കൊന്നു. അത് മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹം 9 വർഷക്കാലം ഇതിനുവേണ്ടി അക്ഷരം പോലും ഉണ്ടായിരുന്ന ഈ അൻവർ ഒരു പൊതുമേഖല ഓഫീസിൽ, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസിൽ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി നിരപ്പാക്കി കഴിഞ്ഞു. പിന്നീട് അവിടെയുള്ള ഉപകരണങ്ങളും ഫർണിച്ചറെല്ലാം തകർത്ത് തെമ്മാടിക്കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നു. അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായ ഒരു നീതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇത്ര ആയപ്പോഴത്തേക്കും കേരളത്തിലെ പ്രതിപക്ഷം ഉണർന്നു. തങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യയിൽ ഇത്രയ്ക്ക് അധമമായ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യൻ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കൂടാണ്ട് തന്നെ പറഞ്ഞ വേറൊരു വാചകം കൂടെയുണ്ട്. അതാണ് ഏറ്റവും ദയനീയമായി പോയത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞൊരു ആരോപണം 150 കോടി, നേരത്തെ നീലു പറഞ്ഞൊരു തിരുത്തൽ, 150 കോടി രൂപയുടെ കള്ളക്കടത്ത് പണം അദ്ദേഹം റെയിൽവേ റെയിൽ അട്ടിമറിക്കാൻ വേണ്ടി, അല്ല ഇത് കേട്ടു, അത് തന്നെ റെയിൽ അട്ടിമറിക്കാൻ വേണ്ടി വാങ്ങി മീൻവണ്ടിയിൽ അത് ചാവക്കാട് എങ്ങാണ്ട് കൊണ്ടുവന്ന് മുക്കി അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിച്ചു. അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ഉത്തരേന്ത്യൻ മാതൃകയിലൊക്കെ 10, 200, 500, 1000 കോടിയൊക്കെ വിഴുങ്ങി കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും വലിയൊരു ആരോപണം ആദ്യമായിട്ടാണ് കേട്ടത്. കാരണം നമ്മുടെ കൈവെള്ളയിൽ എണ്ണാൻ പറ്റാത്തൊരു ഭീകരമായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടിയില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സകല പ്രതിപക്ഷത്തിന്റെയും ആക്ഷേപിച്ച അദ്ദേഹം പാണക്കാട് തങ്ങളെ കുറിച്ച് പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഇവർ മറന്നുപോയെന്ന് തോന്നുന്നു, ഷാക്കിർ. ഇന്നിപ്പോ അദ്ദേഹത്തിനെതിരെ വീണ് കിട്ടിയൊരു വഴി പോലെ
അത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് പോലീസിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അൻവറെ സുസ്വാഗതം ചെയ്തിരിക്കുകയാണ് എങ്ങോട്ട് പാലക്കാട്ടേക്ക്, അത് UDF-ലേക്ക്. ഏറ്റവും ദയനീയമായ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അവർ പറയാനുള്ള സമയം തരണം. അതായത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകം, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞോളൂ പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ചേലക്കരയിൽ UDF-നെ തോൽപ്പിക്കാനായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയ ആളാണെന്ന് കുട്ടികളുടെ ഇയാള് ഈ BD സതീശനോട് ഇദ്ദേഹത്തിനെ UDF-ലേക്ക് എടുക്കൂ എന്ന് ചോദിച്ചപ്പോൾ തമാശ പറയാതെ UDF-ൽ കൊള്ളാവുന്നവരുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ MM ഹസൻ പറഞ്ഞു അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. കേരളം മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ മനുഷ്യൻ പിന്നെ UDF-ൽ അടഞ്ഞ അധ്യായമാണെന്ന് ഇത്രയ്ക്കും UDF-കാരെയും കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിക്കുക, വർഗീയത മാത്രം വിളമ്പുകയും ചെയ്ത് ഈ മനുഷ്യന് പ്രവേശനം ഇല്ലാത്തൊരു ഘട്ടത്തിൽ മിനിഞ്ഞാന്ന് ഈ വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു PV അൻവറെ UDF-ലേക്ക് എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധേയമായ ഒരു വാചകം. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആർക്കും വാതിൽ അടച്ചു കിടപ്പില്ല, ആരെയും വേണമെങ്കിൽ സ്വീകരിക്കാൻ, അതിന് PV അൻവറിന് മുമ്പിൽ ഞങ്ങൾ ഡോറ് കൊട്ടിയടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവിടെ പിന്നെ എന്താ പറയാ, നാണം കെട്ടുകാരാന്നറിയോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാ. ആ പ്രതിപക്ഷ നേതാവ് ഒരു കാരണവശാലും എടുക്കുന്ന വിഷയമേ ഇല്ലെന്ന് ഇനി അത് ചോദിക്കരുത് മാധ്യമങ്ങളോട് അതിന് 2 ദിവസം മുമ്പ് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പുല്ല് വരെ കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളിയേട്ടൻ ഭാവം നയിക്കുന്ന ലീഗിന്റെ പിന്നെ ഉന്നത നിലയിലേക്ക് ഞാൻ ആദരിക്കുന്ന വ്യക്തിത്വം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുകൂടെ പറയാം. അദ്ദേഹം പറഞ്ഞു, അതായത് BD സതീശനല്ല തീരുമാനിക്കേണ്ടത് ഞങ്ങളാന്ന് പറഞ്ഞു. V മുരളീധരൻ പിന്തുണയായിട്ട് വന്നു. ആർക്ക് പിന്തുണയായിട്ട് വന്നു? ഈ പറയുന്ന BD സതീശന് പിന്തുണയായിട്ട് വന്നു. കാരണം അതിന്റെ പ്രഖ്യാപിതമായ പിന്നെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലാതെ കംപ്ലീറ്റ് അത് ക്ഷമിക്കണം, അത് സ്പെല്ലിംഗ് മാറിയതാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ കെ മുരളീധരൻ പിന്നെ രംഗത്ത് വന്നു. അങ്ങനെ മിക്കവാറും എല്ലാവരും രംഗത്ത് വന്നു. BD സതീശൻ ഒറ്റപ്പെട്ടു. BD സതീശൻ കോട്ടയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന് 2 വാക്കിനോട് കൂടി ബഹുമാനപ്പെട്ട സേനാപതി വേണു സാർ കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് എപ്പോഴും നീതിമാന്മാരുടെ പക്ഷമായിരിക്കും നീതി, അനീതി പ്രവർത്തിക്കുന്നവരുടെ പക്ഷം ചേരത്തില്ല, അതാണ് ശരിയെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ, അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി ലീഗും കാര്യങ്ങളെല്ലാം പിന്നെ നമ്മുടെ അൻവറെ മാറ്റി നിർത്തിയാൽ രമേശ് ചെന്നിത്തലയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പേരിൽ ഒരു പെശമുണ്ട്, ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേരാ പറഞ്ഞത്, അത് തെറ്റിപ്പോയി. രമേശ് ചെന്നിത്തലയും ലീഗും അതുപോലെ തന്നെ SNDP NSS എല്ലാം കൊടുത്ത വരവേൽപ്പുകളെല്ലാം കണ്ടപ്പോൾ BD സതീശന് മനസ്സിലായി താൻ ഏതാണ്ട് UDF-ന്റെ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന്റെ കളത്തിന് പുറത്തായെന്ന് പറഞ്ഞു. ഇതിന്റെ ആവർത്തനമായിട്ട് ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി മിനിഞ്ഞാന്ന് പിന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറയുന്നു ഇന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് വൈരുദ്ധ്യം ആലോചിക്കുകയും സതീശനെ വെട്ടിക്കൊണ്ട് പാവ സതീശൻ PK കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിനെതിരെ ഒന്നും പറയാൻ പറ്റാത്ത ഗതികേടിൽ വന്നപ്പോ ഇന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തികൾക്കല്ല പ്രശ്നം, നിലപാടിനാന്ന് പറഞ്ഞു. അതായത് താൻ സ്വാഗതം ചെയ്യുന്നല്ല, അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ ഗതികേടിന്റെ പുറത്ത്, അതായത് തനിക്കെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച PV അൻവറിനെ കൂടെ കൂട്ടുകയല്ലാതെ VD സതീശനും വഴിയില്ലാതായിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ലീഗിന്റെ കക്ഷത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഞാൻ അതിലേക്ക് തിരികെ എത്താം. ശ്രീ പാണ്ഡ്യാല ഷാജി, ഞാൻ യുവരാജ് ഗോകുലിലേക്ക് ഒരു 2 മിനിറ്റിന് ശേഷം വരാമെന്ന് വിചാരിക്കുന്നു. ഒരു നിരീക്ഷണം കൂടി ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ഇടത് സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് PV അൻവറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത്? അതിന് പിന്നിൽ ഒരു മണ്ടത്തരമാണോ അതോ വലിയ ഗൂഢാലോചനയാണോ? ഈ രാഷ്ട്രീയം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ല, കേരളത്തിൽ PV അൻവറിനെ ഒരു വിഷയം വരുന്നത് തന്നെ ഒരുപക്ഷെ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരിക്കൽ പോലും സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഒരിക്കലും ഉയരാത്ത വിധത്തിലുള്ള പിന്നെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിലെ അതിശക്തമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. മലപ്പുറത്തെ സമ്പൂർണ്ണമായി ഒരു കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും അങ്ങനെ വരാവുന്ന ഗൂഢാലോചനക്കാരുടെയും ഉള്ളൊരു കേന്ദ്രമാണ് എന്ന പരസ്യ പ്രചാരണം നടത്തി അതിന് വിമർശനമുണ്ടായപ്പോൾ അത് വീണ്ടും കോഴിക്കോട്ട് നടന്നിരിക്കുന്ന ഒരു പാർട്ടി പരിപാടിയെ പരസ്യമായി ന്യായീകരിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ ഒരു നീക്കം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ PV അൻവർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശിങ്കിടികളും നടത്തിയിരിക്കുന്ന ഒട്ടനവധി ഗുരുതരമായിരിക്കുന്ന അഴിമതികളുടെ കഥകൾ അദ്ദേഹം വിളിച്ചു പറയാൻ തുടങ്ങുന്നതിന്റെ ചില സിംറ്റംസ് വന്നപ്പോഴാണ്. ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അതായത്
കേരളത്തിനകത്ത് മതന്യൂനപക്ഷ ജനവിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തെ ഇത്രയേറെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക. ഈ ആക്ഷേപിക്കുകയും ചെയ്യാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ധൃതി എന്തിനാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്ക് 2026 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ. ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഭയക്കുകയാണ്. ഈ ഭയം എന്തിനാണ്? ഭയം അവർക്ക് തോൽക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ തോൽക്കുമെന്ന ഉറപ്പുണ്ടാകുമ്പോൾ ചെയ്യാനൊരു വിദ്യ എന്താണ്? ആ വിദ്യയാണ് CPIM നിന്ന് നഷ്ടമായി പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ, ആ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം. ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മാർഗം എന്താണ്? അതിശക്തമായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കണം. മോഹൻ ഭഗവത് പോലും പറയുന്നില്ല. അത് പറയാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ക്ഷീരബല നൂറ്റതുപോലെ ആവർത്തിച്ച് പറയുന്നു. എന്തിനാണ് ഈ സംഭവം? ഇവിടെയാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി അവിടെ ഉയർന്നു വന്നത്. ഈ അൻവർ പാലക്കാട്ടേക്ക് പോയിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ മറ്റൊരു തരത്തിൽ എടുക്കുക. അൻവർ പാലക്കാട്ടേക്ക് പോയി പാലക്കാട് കാണുന്നവരെല്ലാം കാണുന്നു. ഈ കാണുന്ന ഘട്ടത്തിൽ CPIM-നകത്ത് TK ഹംസ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇയാൾ എങ്ങനെ വന്നതാണ്? KT ജലീൽ എങ്ങനെ വന്നതാണ്? ലോനപ്പൻ നമ്പാടൻ എങ്ങനെ വന്നതാണ്? ഇപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിനകത്തുള്ള സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, എങ്ങനെ വന്നതാണ്? മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒട്ടൊരു സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവാറുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഏജന്റ് പ്രൊവോക്കേറ്റർ ആര് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. ആ ഏജന്റ് പ്രൊവോക്കേറ്റർ എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കൂടിയായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. ഇനി ഞാൻ വേറൊരു 2 വിഷയം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ, അതിൽ ആരും പ്രധാനമല്ല. ഒരാൾ വെച്ചാൽ വേറെ ആരും അല്ല, അപ്രധാനമാണ്. 2 മന്ത്രിമാരുണ്ടല്ലോ. ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ വാസ്തവത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണോ? അല്ലല്ലോ. ഡെമോക്രാറ്റിക് ആണ് അയാൾ. ജനാധിപത്യവാദിയാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. പിന്നെ AK ശശീന്ദ്രൻ കോൺഗ്രസ്, അദ്ദേഹവും പ്രതികരിക്കുന്നതാണ് ഡെമോക്രസിയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ UDF നിങ്ങൾ എടുത്തോ. ശ്രീമാൻ സേനാപതി കൊണ്ട് നേരത്തെ ഹിന്റ് നൽകിയതാണ്. അതിനകത്ത് വരുമ്പോൾ 2 പ്രധാനപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ, അംഗസംഖ്യകൾ കുറവാണ്, പക്ഷേ എങ്കിൽ പോലും 2 പ്രധാനപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾ ഈ UDF-നകത്തുണ്ട്. അതൊന്ന് CMP ആണ്, ഈ പറഞ്ഞ ഞാനടക്കത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിരിക്കുന്ന CMP, മറ്റൊന്ന് RSP ആണ്. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ LDF എന്ന് പറയുന്നത് ആര് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ LDF എന്ന് പറയുന്നത് UDF ആണ്. ഈ UDF ആണ് യഥാർത്ഥത്തിൽ ഇടത് സ്വഭാവത്തിലുണ്ടായ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിന്റെ വക്താവായി നിൽക്കുന്നത്. അതിലൊരിക്കലും തന്നെ കേരളത്തിനകത്ത് ലീഗിന് പ്രധാനപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും അപ്രതിരോധ്യമായിരിക്കുന്ന ഒരു പ്രാമാണിത്വം ഉണ്ട് എന്ന് വാദിക്കുന്നത് ഒരു ശരിയായ ജനാധിപത്യപരമായിരിക്കുന്ന വീക്ഷണമല്ല. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ റെജി ലൂക്കോസ് നേരത്തെ സംസാരിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? ഈ UDF സംവിധാനത്തിനെ പൊളിക്കാനുണ്ടായിരിക്കുന്ന താല്പര്യമാണ് ഊപ്പറെടുക്കുന്നത്. ഇവിടെയാണ് ശരിക്ക് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആരും മറന്നുപോയിട്ടാവൂല, DIC എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ DIC-യെ ഡെമോക്രാറ്റിക് DIC-യെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് എടുക്കാനുള്ള പ്രപ്പോസൽ ആദ്യം വെച്ചത് ആരായിരുന്നു? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ആ പ്രപ്പോസൽ വെക്കുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമുണ്ട്. ഒരു പാർട്ടിയെ ഒരു മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആരും തന്നെ അവിടെ ജാതകം നോക്കാറില്ല. അത് ഉപയോഗിച്ച പ്രയോഗമാണ് ഈ മുഖ്യമന്ത്രി, അത് പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ച വാക്കാണ്. അതിനെ ടോർപ്പറോ ചെയ്ത ധാരാളം പറയുകൾ മരിച്ചു മരിക്കുന്ന വെളിയം ഭാർഗവനാണ്, CPI. അദ്ദേഹമാണ് പറഞ്ഞത് ഒരു കാരണവശാലും എടുക്കില്ല എന്ന്. അങ്ങനെയാണ് ഈ വിഷയം ചീറ്റിപ്പോയത്. അല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇതേ മുഖ്യമന്ത്രി? ഇപ്പോ ഈ മനുഷ്യൻ ആകെയുള്ള വിഷയം എന്താണ്? ഒറ്റ വിഷയം എന്താണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുക. ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ആരെ തൃപ്തിപ്പെടുത്താനാണ്, എന്തിനു വേണ്ടിയാണ് എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിലുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കേസും നൂലാമാലയുമായി കുടുങ്ങിക്കിടക്കുന്ന മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെ രക്ഷിക്കാൻ അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് ഈ അടിസ്ഥാനപരമായി മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിച്ച് അയാൾക്ക് മതിയാവുകയുള്ളൂ. ആ പ്രസംഗിക്കാനുള്ള ഒരു വടിയായി ഉപയോഗിക്കാൻ PV അൻവറിനെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി മുസ്ലിം വിരുദ്ധത മുഖ്യമന്ത്രി പറയുന്നു എന്നാണ് ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെക്കുന്നത്. ഞാൻ ശ്രീ യുവരാജ് ഗോകുലിലേക്ക് പോവുകയാണ്. ശ്രീ യുവരാജ് ഗോകുല്, ഇപ്പോൾ ഈ പ്രതിനിധികളെല്ലാം പറഞ്ഞ ചർച്ച അവസാനം പാണ്ഡ്യാല ഷാജി എത്തി നിൽക്കുന്ന ഒരു വസ്തുതയുണ്ട്. കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത മുഖ്യമന്ത്രി വിളമ്പുന്നു. നോക്കൂ, ഈ PV അൻവർ അറസ്റ്റിലാകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് വാക്കുകൾ എന്തായിരുന്നു?
കാട്ടാന പ്രശ്നത്തെ ചൊല്ലിയാണല്ലോ അവിടെ DF ഓഫീസ് അടിച്ചു തകർക്കാനൊക്കെ പോയത്. പക്ഷേ അതിൻ്റെ കൂടെ മോദിയെ പോലെ പിണറായി ഇവിടെയും പെരുമാറുന്നു. അതായത് ന്യൂനപക്ഷത്തെ മുഴുവൻ വേട്ടയാടുകയാണ് മോദി ചെയ്യുന്നത് പോലെ പിണറായിയും ഇവിടെ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നു എന്ന ഒരു പ്രസ്താവന PV അൻവറിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കാണേണ്ടത്? ഒരു കാട്ടാന പ്രശ്നം, മനുഷ്യരുടെ മലയോര ജനത അഭിമുഖീകരിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നം, അത് ചൂണ്ടിക്കാട്ടുന്നതിന് പകരം കടുത്ത വർഗീയത ഉയർത്തുന്ന വിധത്തിൽ എന്തിനാണ് PV അൻവർ അങ്ങനെ ഒരു സംസാരം നടത്തിയത്? മുസ്ലിം ലീഗ് ഇത് ഏറ്റുപിടിച്ചത്, കോൺഗ്രസ് നിസ്സഹായ അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്നത്. നീലിമ, കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനും ഒരല്പം മുമ്പായിട്ട് കേരള പൊളിറ്റിക്സിൻ്റെ ഡൈനാമിക്സ് മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കിടക്കുകയാണ്. കേരളത്തിലെ ജാതി സമവാക്യങ്ങളും മതസമവാക്യങ്ങളും വോട്ട് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ 2016 മുതൽ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതി വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ആകുന്നു എന്നും അത് പഴയ ഒരു സംവിധാനത്തിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് തിരിച്ച് കേന്ദ്രീകരിക്കാൻ ആരംഭിക്കുന്നു എന്നുമുള്ള ഒരു മെസ്സേജ് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് നാൾ ലീഗിൻ്റെ പുറകെ നടന്നു. ലീഗിൻ്റെ പുറകിൽ റോസാപ്പൂവായിട്ട് പിണറായി വിജയൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരിപ്പോൾ വാങ്ങും എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണും കായതും ഒക്കെ ലീഗ് കാണിക്കുന്നുണ്ടായിരുന്നു. അവസാനം വാങ്ങാതെ തേച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിപ്പോയ സാധനം കിട്ടിയില്ല. എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് വലുതായിട്ട് ഇളകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പോയ ഹിന്ദു വോട്ട് ബാങ്കിനെ ഏത് വിധേനയും തിരിച്ചു പിടിച്ച് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം പ്രസ്താവനയായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കുന്ന തലത്തിലുണ്ടായിരിക്കുന്ന പ്രസ്താവനയായാലും ശരി തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് UDFിൻ്റെ ഹൈക്കമാൻഡ് ലീഗാണോ പാണക്കാടാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പോൾ ആദ്യം മുതൽ സംസാരിക്കുന്ന പ്രതിനിധികളുണ്ട്. ആദ്യം ശ്രീ സേനാപതി വേണുവാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് PV അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന ചർച്ചകൾ അത് പാണക്കാട് എന്ന് തുടങ്ങിയതിനകത്ത് വലിയ കാര്യമൊന്നും നമ്മളാക്കേണ്ട കാര്യമില്ല. കാരണം UDFിനകത്ത് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, ഇന്ന പാർട്ടിയാണ് വലുത്, അവിടെ ഒരു വലിയേട്ടൻ സ്ട്രക്ചറൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFിനകത്ത് കോൺഗ്രസും ലീഗും അല്ലാതെ വേറെയും ധാരാളം പാർട്ടികൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 40 MLA-മാരോ മറ്റോ ആണ് UDFിനുള്ളത്. അതിനകത്ത് 20 കോൺഗ്രസും 15 ലീഗും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ഉണ്ട്, KDP ഉണ്ട്, KK രമയുടെ പാർട്ടിയുണ്ട്, RSP ഉണ്ട്, ഒരു MP ഉള്ള RSP ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വലിപ്പം ചെറുപ്പം UDFിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് മുന്നണികളുടെ നേതാക്കളെ കാണാൻ പോവുകയോ അവരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പുതിയതായിട്ട് കോൺഗ്രസ്സിലേക്കാവട്ടെ UDFിലേക്കാകട്ടെ എത്തുന്ന ആൾക്കാർ തയ്യാറാകാത്തത്? ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJPയിൽ നിന്ന് ഒരാൾ UDFിലേക്ക് കോൺഗ്രസ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പോകുന്ന സമയത്ത് പോലും കോൺഗ്രസ്സിലേക്കല്ല പോയത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തലത്തിലാണ് അവിടെ പ്രകടനം നടക്കുന്നത് മുഴുവനും. പാണക്കാടേക്കാണ്. പിന്നെ കൊണ്ടു നടക്കുന്നത് മുഴുവനും KMCCയും മറ്റും ഒക്കെയാണ്. വിദേശ യാത്രകളിലേക്കും മറ്റു അത്തരത്തിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ലീഗ് സ്പോൺസർ ചെയ്തിട്ടാണ് ഈ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കൾ സ്വീകരിക്കുകയും കോൺഗ്രസിൻ്റെ അകത്തുള്ള നേതാക്കൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മുന്നണിക്കകത്ത് അവർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും തന്നെ പരിഗണന അവിടെ ആവശ്യമായിട്ട് വരുന്നത് പോലുമില്ല. പകരം ലീഗ് എന്തു പറയുന്നോ അതാണ് കാര്യം. കോൺഗ്രസിൻ്റെ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന അമ്മയായ സോണിയാഗാന്ധിയെ അപമാനിക്കുന്ന തരത്തിൽ ഇത്രയും സ്ത്രീ വിരുദ്ധമായ പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പറയുന്നത് അയാളുടെ ജാതകമൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്ത് തരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ല. ശരിയാണ്, രാഷ്ട്രീയമാണ്. ഇപ്പോൾ പഴയകാല പ്രസ്താവനകളൊന്നും നമ്മൾ നോക്കേണ്ടതുണ്ടാവില്ല. പക്ഷേ ഈ അടുത്ത കാലം വരെയും അയാൾ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ നോക്കൂ. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വലിയൊരു വിഷയം ഇവിടെ നിൽക്കുകയാണ്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റേതായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ PV അൻവറിന് വലിയ പിന്തുണ നൽകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അത്താണിയായിട്ട് കണ്ടതുകൊണ്ടാണ് പാണക്കാടേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഭരണ സംവിധാനമൊന്നും നിലവിലില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഗവൺമെൻറ്റിനെതിരായിട്ടൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അത്താണിയായിട്ട് ആദ്യം കാണേണ്ട ആൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ ഇല്ലേ? പോട്ടെ, കോൺഗ്രസ്സിന് KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലേ? UDF കൺവീനർ എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ലേ? അവിടെ ഒന്നും തന്നെ പോകുന്നില്ല. പകരം അത്താണിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം അവിടെ പ്രകടമാണ്. ഇനി LDFിലേക്ക് ഒരു വ്യക്തി പോകുന്നു എന്നിരിക്കട്ടെ. LDFിലേക്ക് ഈ പോകുന്ന വ്യക്തി CPMിലേക്കാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു മുന്നണിയെ പാർട്ടിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു അലയൻസിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഒരു പാർട്ടിയെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഒരു വ്യക്തി CPMിൽ ചേരാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അയാൾ CPIയുടെ ഓഫീസിലും കേരള മറ്റേ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, KB ഗണേഷ് കുമാറിൻ്റെ പാർട്ടി, അവിടെയും ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങിയിട്ടാണോ CPMനെ കൊണ്ട് അനുവാദം മേടിപ്പിച്ചെടുക്കുന്നത്? അല്ലല്ലോ. ഒരു വ്യക്തി ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അയാൾ ഏത് പാർട്ടിയിലേക്കാണോ പോകുന്നത് ആ പാർട്ടിയിലേക്ക് ധൈര്യമായിട്ട് ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. പക്ഷേ കേരളത്തിൽ മാത്രം, പർട്ടിക്കുലർലി UDFിൽ മാത്രം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ്സിലേക്ക് ആരെങ്കിലും ചെല്ലണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ലീഗിൻ്റെ പരിപൂർണമായ പിന്തുണയും ആശീർവാദവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് കേരള പൊളിറ്റിക്സിലെ ഇത്തരം എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന് അത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി കോൺഗ്രസ്സിന് ഒരാളെ താല്പര്യമില്ല എങ്കിൽ പോലും പാണക്കാട് നിന്ന് നമുക്ക് ഇയാളെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചപുച്ഛമടക്കി നിന്ന് അത് കേട്ട് തിരിച്ചു പോകുവാനുള്ള പൊളിറ്റിക്കൽ ആംബിയർ മാത്രമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ എന്നാണ് മറുവശത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ള ഒരു വസ്തുത. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ യുവരാജ് ഗോകുൽ ഉണ്ടായത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നിലവിലൊരു വ്യക്തി മാത്രമായിട്ട്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണെങ്കിൽ ഒരു വ്യക്തി മാത്രമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ മറ്റ് 3 പേരും കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഔദ്യോഗികമായ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ MM ആയാലും UDF കൺവീനറായിട്ടിരിക്കുന്നു, KPCC പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഞാൻ വ്യക്തികളിലേക്കല്ല പോയത്, പകരം ആ പദവികളിലേക്കാണ് പോയത്. ആ പദവികളുള്ള ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് പോകുവാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും പകരം ഇതൊന്നുമല്ലാത്ത ഒരു കക്ഷിയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അത് തരുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് കേരളത്തിന്. ഈ പറയുന്ന സംഘടിത മത ഗ്രൂപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന വോട്ട് ബാങ്കിൻ്റെ മുമ്പിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CP ജോൺ ആയിരുന്നാലും K മുരളീധരനായിരുന്നാലും ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്നിരിക്കുന്ന പ്രസ്താവനകൾ, SDPIയെ കുറിച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ, ഇന്ന് ലീഗ് കാണിക്കുന്ന അത്യുത്സാഹം, ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഒപ്പം LDF ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ ന്യൂനപക്ഷ വോട്ട്, പർട്ടിക്കുലർലി മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടമായ നിരാശയും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കേരള പൊളിറ്റിക്സ് എങ്ങോട്ടേക്കാണ് ഹെഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. ശ്രീ സേനാപതി വേണു, ഇതാണ് കേരള രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നിങ്ങൾ പാണക്കാട് നിങ്ങളുടെ ഹൈക്കമാൻഡായി മാറുന്ന ഒരു സാഹചര്യം, അത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കം പാണക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. നേരത്തെ ഈ PV അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളുമാണെന്ന് പറഞ്ഞത് CPM ആണ്. അത് ശരിവെക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് PV അൻവർ പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇവിടെ സംഘടിതമായി ന്യൂനപക്ഷത്തിന് നേരെ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയും അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് വിധേനയും ആരെ കൂടെ കൂട്ടിയിട്ടായാലും ഈ അധികാരത്തിൽ എത്തുക എന്നത് UDFിൻ്റെ ഒരു പൊതു നയമായി ഇരിക്കുകയാണ്. മുസ്ലിം ലീഗ് അതിന് മുന്നിൽ നിന്ന് ചൂട്ടുപിടിക്കുന്നു. കോൺഗ്രസ് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം സാക്ഷിയായത്. നീലിമ, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ അങ്ങയുടെ ഒരു വ്യാഖ്യാനം അല്ല, എന്റെ വ്യാഖ്യാനമല്ല.
അല്ല കേക്ക് മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതാണ് എങ്ങനെയും ആയിക്കോട്ടെ. അധികാരം പിടിക്കണം. അല്ല ഇത് എങ്ങനെയും എന്റെ വാക്കുകളല്ല, കേൾക്കൂ. ജനം ടിവിയുടെ വാക്കുകളല്ല. അല്ല എങ്ങനെയും അധികാരം പിടിക്കുക എന്നതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഛത്തീസ്ഗഡില് നക്സലൈറ്റുകൾ ബാലറ്റ് പെട്ടികൾ തട്ടിക്കൊണ്ടു പോകുന്ന പോലെയോ, അല്ലെങ്കിൽ കള്ളയോട്ട് ചെയ്തോ, അതല്ല എങ്കിൽ മരിച്ചുപോയ ആളുകളുടെ വോട്ട് ചെയ്തോ ഒന്നും അധികാരത്തിൽ വരാം എന്ന ഒരു വ്യാഖ്യാനമല്ലല്ലോ. എങ്ങനെയും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏതൊക്കെ ഇഷ്യൂസ് ആണോ ആ ഇഷ്യൂസിനെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ. അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി തോൽക്കുക എന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല. ഞാൻ ഇന്ന് ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാനിത് കഴിയുമ്പോൾ നീലിമയ്ക്ക് അയച്ചു തരാം. പക്ഷെ അത് ലീഗിനെ സംബന്ധിച്ച പ്രശ്നമാണ് സർ. കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്ന് അങ്ങ് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 2 ടേം കഴിഞ്ഞു, ഇനി മൂന്നാമതൊരു ടേം കൂടി അധികാരത്തിലില്ലാതെ നിൽക്കുക എന്നത് ലീഗിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എങ്ങനെയും അധികാരം പിടിക്കണമെന്ന്. അല്ല, അത് ലീഗിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ അല്ല, കേരളത്തെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് സർവനാശമാണ്. കാരണം ഇന്ന് വന്ന ഒരു വാട്സാപ്പ് മെസ്സേജ്, 1,80,000 ആളുകളെയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്താ പറഞ്ഞ നിയമിച്ചിരിക്കുന്നത്. പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്. പരീക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ നാട്ടിൽ തകർന്നു. ചോദ്യപേപ്പറുകൾ ചോരുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാർത്ത പോലും അല്ലാതായിരിക്കുക എന്ന് പറഞ്ഞാൽ സകല സർക്കാർ സംവിധാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കടന്നുകയറ്റം വന്ന് ഒരു സംവിധാനത്തെ ആകെ അവർ തകർത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കൽ കൂടി തകർന്നെങ്കിൽ, ഈ സംവിധാനം തകർന്നെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അങ്ങനെ ഭരണപക്ഷം ചെയ്യുമ്പോൾ അതിനെ തിരുത്താൻ പ്രാപ്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അവിടെയല്ലേ നിങ്ങൾ പരാജയപ്പെട്ടത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എന്താണ്? PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മുന്നിട്ടിറങ്ങി ഈ സമരത്തിനൊന്നും ഇറങ്ങാത്തത് കൊണ്ടല്ലേ PV അൻവർ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മുതലെടുപ്പൊക്കെ നടത്തുന്നത്. അത് കോൺഗ്രസിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി. അല്ലെ, എല്ലാ സമരങ്ങളിലും കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. കേരളത്തിൽ ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് പാലക്കാട് 3800 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഞങ്ങൾ 18,000 ആയത്. കഴിഞ്ഞ പ്രാവശ്യം 39,400 ജയിച്ച ചേലക്കരയിൽ അത് 12,000 കുറച്ചത്. 3,40,000 രാഹുൽ ഗാന്ധി ജയിച്ച വയനാട്ടിൽ ഞങ്ങൾ 4,10,000 ആയത്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തു, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ 2 കാര്യം, റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു മറുപടി. അതിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തമാശ പറയുന്നു എന്നുള്ളതാണ്. അത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത്, ഞാൻ ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. PV അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ചേലക്കരയിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിച്ചുകൊണ്ട് സുധീറിന് പിന്തുണ കൊടുക്കണം എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞപ്പോൾ ആ വാർത്താ സമ്മേളനത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ PV അൻവറിനെ അല്ല അവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ ഇഷ്യൂവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് തമാശ പറയുന്നു എന്നുള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. പിന്നെ അപ്പോൾ കൊള്ളാവുന്നവർ UDFിലെ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞതോ? ഏതാ കൊള്ളാവുന്നവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞതോ? UDF സംവിധാനത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അദ്ദേഹത്തിന്റെ DMK എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഞങ്ങൾ പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വാക്കല്ലാതെ, തമാശ പറയരുത് എന്നുള്ള വാക്കല്ലാതെ മറ്റേത് പദമാണ് നീലിമ അവിടെ? അപ്പോൾ ഒരു കാട്ടാനയുടെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഇതുവരെ PV അൻവർ നിങ്ങളോട് ചെയ്ത ദ്രോഹമെല്ലാം നിങ്ങൾ മറന്നോ? രാഹുലിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ, DNA ടെസ്റ്റിന് രാഹുലിനെ വിധേയമാക്കണം എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ സർവാത്മന എങ്ങനെയാണ് സർ സ്വാഗതം ചെയ്യുന്നത്? അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ആ കെമിസ്ട്രി. അല്ല, ആ കെമിസ്ട്രി ശരിയാകാത്തതെന്ന് പറഞ്ഞാൽ PV അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, ആരോപണത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് തെറ്റായി പോയി, ഞാൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു കുടുംബം നെഹ്റു കുടുംബമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ തറവാട്ടിൽ ആതിഥേയം സ്വീകരിച്ചു വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വന്നപ്പോഴെന്ന് അദ്ദേഹം തന്നെയല്ലേ പരസ്യമായിട്ട് പറഞ്ഞത്. ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യം സമ്പൂർണമായി തെറ്റായി പോയി, അതെനിക്കുണ്ടായ ഒരു പിഴവാണ് എന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ടല്ലേ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ അദ്ദേഹം നിരുപാധികമായി പിന്തുണ കൊടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്? പിന്നെ 150 കോടി രൂപയുടെ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് നിയമസഭയ്ക്കകത്ത്. ഞാൻ ചോദിക്കുന്നു, ആ ആരോപണം നിലനിൽക്കുന്നുവെങ്കിൽ
സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ വന്ന കണ്ടെയ്നർ മീൻവണ്ടിയുടെ എന്താ പറഞ്ഞ മീൻ കൊണ്ടുവരുന്ന അതിന്റെ ക്യാബിൻ പരിശോധിച്ച് ഇതൊക്കെ ഇപ്പോഴും നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണല്ലോ. അത് ഒരു ആരോപണത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണെന്ന് അൻവറിനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അൻവർ ഉയർത്തിയിരിക്കുന്ന ചില ഇഷ്യൂസ്, ആ ഇഷ്യൂസ് അത് UDF പറഞ്ഞു തരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം കേരളത്തിൽ പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറവിൽ നടക്കുന്ന ഇത്ര നെറികെട്ട ഭരണം, നീചമായ ഒരു ഭരണം, ആ ഭരണത്തിനെതിരെയുള്ള കേരളത്തിലെ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിൽ ആരെയൊക്കെ കൂട്ടാമോ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളുടെ കർത്തവ്യമാണ്. പക്ഷേ ഗോകുൽ യുവരാജിന്റെ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് CPM-നും ഉള്ളതാണ്. ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്ന ആ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടരും മാറി മാറി കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇത്രയും വലിയ അഴിമതിയും അരാജകത്വവും നടക്കുന്ന ഒരു നാട്ടില് ഇവിടെ PV അൻവർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതാണല്ലോ യുവരാജ് ഗോകുലിന് ആക്ഷേപമായിട്ട് തോന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, രാമൻ നായരും പ്രമീള ദേവിയും ഒക്കെ കോൺഗ്രസ് വിട്ട് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ DNA ഒന്നും നിങ്ങൾ പരിശോധിച്ചിട്ടില്ലോ, അവിടെ ഒരു പരിശോധന നടത്തിയിട്ടില്ലോ. ഞങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർ സരിൻ ആദ്യം സമീപിച്ചത് ഇല്ലെങ്കിൽ ആദ്യം ചർച്ച നടത്തിയത് നിങ്ങളുടെ പാർട്ടിയുമായിട്ടാണല്ലോ. നിങ്ങൾക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങയൊക്കെ പുളിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാര്യം ഞാനൊരു മറുപടി പറഞ്ഞോട്ടെ. ശ്രീ സേനാപതി വേണു എന്റെ അവസരമായതുകൊണ്ട് എന്റെ അവസരം യുവരാജ് എന്റെ അവസരമായതുകൊണ്ട് ഞാൻ പറഞ്ഞു. നീലിമ വല്ലാതെ ഇടപെടുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് രാഷ്ട്രീയമായ നിലപാടാണ്. മുമ്പൊരാൾ എന്ത് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മുമ്പ് എന്ത് പ്രസ്താവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആശയവും ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഇഷ്യൂസുമായി ചേർന്ന് നിന്നുകൊണ്ട് PV അൻവർ പ്രവർത്തിക്കുന്നു. ആ PV അൻവർ എന്തുകൊണ്ട് പാണക്കാട് തങ്ങളെ കാണാൻ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലപ്പുറം പോലെ ഒരു ജില്ലയിൽ അവിടുത്തെ പ്രോമിനന്റ് ആയ പാർട്ടി ആ പാർട്ടിയുടെ നേതാവിനെയും നേതൃത്വത്തെയും കാണും. അപ്പൊ മുമ്പ് യുവരാജ് ഗോകുല് പറഞ്ഞു, എന്താ പറഞ്ഞേ, സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയാണ് പോയത്. സന്ദീപ് വാര്യർ ആദ്യം കാണുന്നത് KPC പ്രസിഡന്റിനെ, പ്രതിപക്ഷ നേതാവിനെ, മുരളീധരനെ, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും കണ്ട് ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് ഈ പാർട്ടിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ നേതാവിനെ, അന്ന് അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിനായിട്ട് വന്നില്ല, എങ്കിൽ അവിടെ കാണുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വസതിയിൽ പോയി സന്ദർശിച്ചത്. അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. അതല്ലാതെ കോൺഗ്രസ് ആർക്കെങ്കിലും കീഴടങ്ങുന്നുവെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആരുടെയെങ്കിലും മേൽ അപ്രമാദിത്വം കാണിക്കുന്നോ ഇതൊന്നുമില്ല. ആ അപ്രമാദിത്വമൊക്കെ മറ്റു മുന്നണികളിലാണ്. BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ യുവരാജ് ഗോകുലിന്റെ NDA-യിൽ, അവരെവിടെ നിൽക്കുന്നു, അവരുടെ സ്ഥാനം എവിടെയാണ്? അപ്പോ ഇതൊക്കെ ഇടതുപക്ഷത്ത് ഏത് കക്ഷിയാണ് CPM-നെതിരെ ഒരു വർത്തമാനം പോലും പറയാൻ ശേഷിയുള്ളവരായിട്ടുള്ളത്? അവിടെയൊക്കെ മുന്നണികളിൽ വലിയേട്ടൻ മനോഭാവവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾക്കൊപ്പം ശ്രീ അൻവർ നിൽക്കാൻ തയ്യാറാണെങ്കിൽ യുവരാജ് ഗോകുൽ ഈ സർക്കാരിനെ അധികാരത്തിൽ നിർത്താൻ ഏത് ശക്തികളുമായി ഞാൻ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ലോജിക്കലി തന്നെ നമുക്ക് അതിനകത്ത് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. സാർ സരിന്റെ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ മറുപടി പറയണമെന്ന് വിചാരിച്ചാണ്, ഞാൻ വിട്ടുപോയതാണ്. സാർ സരിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ. ഈ സരിന് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയപ്പോൾ CPM-ലേക്ക് പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. അല്ലാണ്ട് LDF-നകത്തുള്ള മറ്റ് ഘടകകക്ഷികളുടെ എല്ലാവരുടെയും വീട്ടുപടിക്കൽ പോയി നിൽക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല. അവിടെയൊക്കെ പോകുന്നതിനകത്ത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സ്വാഭാവികമായിട്ട് ഒരു മുന്നണിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള നേതാക്കളെ എല്ലാവരെയും പോയി കാണുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യം തന്നെയാണ്, അല്ല എന്നൊന്നുമില്ല. ഇപ്പോൾ NDA മുന്നണിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ BJP-യുമായിട്ടാണ് സംസാരിക്കുക, BJP-യിലാണ് ചേരുന്നത്, BJP-യിൽ ഉറച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് പലരെയും പോയി കാണുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത്. അതിനൊന്നും ഈ പറയുന്ന പോലത്തെ ഗ്ലോറിഫിക്കേഷനോ അമിത വാർത്താ പ്രാധാന്യമോ ഇത്രയും ലൈവ് ക്യാമറകളെ നിലനിർത്തിയിട്ടുള്ള അത്ഭുത പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഇപ്പോൾ പ്രമീള ദേവി വന്നാലും രാമൻ നായർ വന്നാലും അല്ല ഇനി മറ്റാരെങ്കിലുമൊക്കെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാലും അവരെ എല്ലാവരെയും സ്വീകരിക്കുന്നത് BJP-യിലേക്കാണ്. BJP-യിലേക്ക് വരുന്നവരെ അല്ല. ഇനിയിപ്പോൾ ഒരു ഘടകകക്ഷി ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ BDJS-ൻ്റെ അഭിപ്രായം ഉണ്ടാവും, അവിടെ നമ്മുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ മറ്റ് പല ഘടകകക്ഷികളുടെയും അഭിപ്രായം വളരെ കൃത്യമായി സ്വീകരിച്ചതിന് ശേഷം മാത്രം, അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും
മുന്നണിയിലേക്ക് വരിക. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം LDFിലേക്ക് ഒരു ഘടകകക്ഷി ചേരണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ DIC അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. DIC അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് CPMന് വലിയ ഇഷ്ടമായിരുന്നു, പിണറായി വിജയന് വലിയ ഇഷ്ടമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദന് ഇഷ്ടമല്ലായിരുന്നു, CPIക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരു പാർട്ടി മറ്റൊരു ഒരു മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് ഈ മുന്നണികൾക്കകത്ത് വലിയ ചർച്ചയും രണ്ടാമത്തെ കക്ഷിയും മൂന്നാമത്തെ കക്ഷിയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ സ്വന്തം പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കുവാൻ വേണ്ടിയിട്ട് പാണക്കാട് പോയി ശയനപ്രദക്ഷിണം നടത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ മുന്നണിയിലോ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാർ, അത് നിങ്ങളുടെ പാർട്ടിയിലാണ്. ഹൈക്കമാൻഡിനെ അല്ല ഇവിടെ ബോധിപ്പിക്കേണ്ടി വരുന്നത്, പകരം പാണക്കാടെയാണ് ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം പൊതുജനങ്ങളുടെ ഇടയിലെ ചർച്ചയാണ്. താങ്കൾക്ക് ഇവിടെ TV ചാനലിലിരുന്ന് നിഷേധിക്കാം, താങ്കൾക്ക് എന്നെ തിരുത്താം, നീലിമയെ പഠിപ്പിക്കാം, റജി ലൂക്കോസിനെ പഠിപ്പിക്കാം, എല്ലാവരെയും പഠിപ്പിക്കാം. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം 3.5 കോടി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഈ സർക്കസ് എല്ലാം തന്നെ ഓടുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ഓരോരുത്തരും അവിടെ പാണക്കാട് പോയി ഈ പറയുന്ന ഏത്തവിടുകയും ശയനപ്രദക്ഷിണം നടത്തുകയും അത്താണിയെ തേടി പോകേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് വളരെ തെറ്റാണ് എന്നുള്ള കാര്യം മാത്രം അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ശരി, ആ രാഷ്ട്രീയ സന്ദേശമാണ് PV അൻവർ ഇന്ന് ഉയർത്തുന്നത്. ലീഗ് പ്രതിനിധി CK ഷാക്കിറിലേക്കാണ്. ഷാക്കിർ, ഒരു സംശയം കേരളം ചോദിക്കുന്നുണ്ട്. PV അൻവർ മുസ്ലിം ലീഗിലേക്കാണോ അതോ കോൺഗ്രസിലേക്കാണോ? ഇപ്പോൾ പാണക്കാട് എത്തി ചർച്ചയൊക്കെ നടന്നല്ലോ, ലീഗിലേക്കായിരിക്കുമോ എത്തുക? ഞാൻ അതിനു മുമ്പേ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ്, ഇവരിതൊക്കെ കേൾക്കുകയാണ്, കൗതുകം തോന്നുകയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ MLA അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ നയവൈകല്യങ്ങൾ കാരണം അതേപോലെ തന്നെ പിണറായി വിജയൻ്റെ സംഘി പോലീസിനെതിരെയും MR അജിത് കുമാറിൻ്റെ അല്ലെങ്കിൽ സുജിത് ദാസിൻ്റെ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും പ്രതികരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം അറിയിച്ചപ്പോൾ അദ്ദേഹത്തെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആളുകളും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. ആ ഒരു കേരളത്തിൽ ഇപ്പോഴും MLA ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായപ്പോൾ പല ആളുകളെയും അവർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, PV അൻവർ ഇന്ന ആളുമായി ചർച്ച നടത്തി, ഇന്ന ആളുമായി ചർച്ച നടത്തി, എല്ലാ ദിവസവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് പാണക്കാട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അസ്വസ്ഥത കാണിക്കുന്നത്? ഈ നിങ്ങൾ നീലിമയും അതുപോലെ തന്നെ റജി ലൂക്കോസും യുവരാജ് ഗോകുലും നിങ്ങൾക്കൊക്കെ അസ്വസ്ഥതയാണ്. എന്താണ് അതിന്റെ പ്രശ്നം? ഞങ്ങൾക്ക് എന്തിനാണ് അസ്വസ്ഥത? നിങ്ങൾ തന്നെയാണ് മുന്നണിയിൽ എടുക്കുന്ന കാര്യമൊക്കെ പിന്നീട് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മുന്നണിയിൽ എടുക്കുന്നുണ്ട്, അത് കോൺഗ്രസ്സുകാരനായിട്ടാണോ മുസ്ലിം ലീഗുകാരനായിട്ടാണോ? ആ ഒരു സിമ്പിൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയവുമായി വരുന്നത്? എനിക്കൊരു കൗതുകം തോന്നുകയാണ്. ഈ ജനൻ TVയുടെയും കൈരളിയുടെയും BJPയുടെയും CPMന്റെയും ഒരേ ശൈലിയിലുള്ള സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുക, ഒരേ ശൈലിയിൽ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടിയായി ഒരു ചാനലായി പ്രവർത്തിച്ചാൽ പോരെ? അങ്ങനെ ഒരേ നിലപാട്. ഇപ്പോൾ UDFിലേക്ക് ഒരാൾ വന്നാൽ ഷാക്കിറിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, നിങ്ങളുടെ പാളയത്തിലായിരുന്നപ്പോൾ അങ്ങേയറ്റം UDFനെ വിമർശിച്ച ആളാണ് PV അൻവർ. എന്തെല്ലാം വിഷയങ്ങളാണ് PV അൻവറിനെ കൊണ്ട് നിങ്ങൾ UDFനെതിരെ കോരിച്ചൊരിഞ്ഞ ഈ ആരോപണങ്ങളൊക്കെ? എത്രയെത്ര അഴിമതി ആരോപണങ്ങൾ! വ്യക്തിപരമായി പോലും രാഹുലിനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ അൻവർ പ്രസംഗിച്ചതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അൻവറിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ച ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. ഈ അൻവറിനെ ഈ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ, മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര പണിപ്പെട്ടത്? അല്ല, അതൊരു വിചിത്രമായ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അൻവറിന് മാധ്യമ പ്രാധാന്യം കൊടുത്തത് നിങ്ങൾ മാധ്യമങ്ങളാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് പിണറായിയുടെ പോലീസാണ്. ഒരു MLA ആണ്. ഒരു നോട്ടീസ് നൽകിയാൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാവുന്ന, ചോദ്യം ചെയ്യാവുന്ന സ്റ്റാറ്റസിലുള്ള MLA. അത് വീട് വളഞ്ഞ് ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ നൽകുന്ന രീതിയിൽ പിണറായി പോലീസ് എന്തിനാണ് അൻവറിന് ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യം നേടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കിയത്? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്രയോ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള എത്രയോ വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ MLA മാർ ജയിലിൽ അടച്ചിട്ടുണ്ട്.
ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഒരു MLA 48 ദിവസം ജയിലിൽ കിടന്നു. എന്തിനാ? സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഒരു MLAക്ക് സാധാരണക്കാരനുമായിട്ട് എന്ത് പ്രിവിലേജാണ് മാറ്റമുള്ളത്? നിയമത്തിന് മുമ്പിൽ വരെ എല്ലാവരും ഒറ്റ ഇതിലാണുള്ളത്. ഒരു വ്യത്യാസമില്ല. അപ്പൊ അതൊന്നുമല്ല, ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ലാത്ത വ്യക്തി. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വേണുസാറിനോട് തിരുത്തുണ്ട്. അദ്ദേഹം DNA ടെസ്റ്റ് പറഞ്ഞത് എനിക്ക് പറ്റിയ അവസാന ശിവൻകുട്ടിയൊക്കെ സംഹാരതാണ്ഡവമാടിയത് നമ്മൾ കണ്ടതല്ലേ കേരള നിയമസഭയിൽ. അതിനെതിരെ അങ്ങനെ അത്തരത്തിൽ ഒരു ശൗര്യമൊന്നും കേരള പോലീസ് കാണിച്ചില്ലല്ലോ ഈ PV അൻവറിന്റെ കാര്യത്തിൽ എടുത്തതുപോലെ. അപ്പൊ PV അൻവറിന് മൈലേജ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി പിണറായിയും P. ശശിയും ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തു, ആ അജണ്ട നടപ്പാക്കി എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്നൊരു വിമർശനം. എനിക്ക് മറുപടിയില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു. ഇടതുപക്ഷ പ്രതിനിധിയെ ഇവിടെ ഇരുത്തി ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ട് അയാളെ കൊണ്ട് മിണ്ടാതിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിരശൈലിയാ. അതുകൊണ്ട് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. ഞാനില്ല, ഐ ആം നോട്ട്. അങ്ങ് പറയൂ, ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ടതായിരുന്നു. PV അൻവറിന് ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്ന രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നോ? ഓക്കെ, താങ്കൾ പറയൂ. ഏറ്റവും ബഹുമാനരായിട്ടുള്ള, ഞാൻ വളരെ ആദരവോട് കാണുന്ന സുഹൃത്തുക്കളായിട്ട് പാനലിസ്റ്റുകളായി ചർച്ചയിലുണ്ട്. അവർക്ക് ആർക്കും കൊടുക്കാത്ത ഈ രീതിയിലുള്ള തടസ്സപ്പെടുത്തല് അങ്ങനെയാണ്. പിന്നെ എന്തിനോട് എന്നോട് ചോദ്യം ചോദിക്കുന്നത്? വിഷമമായെങ്കിൽ ക്ഷമിക്കൂ, താങ്കൾ വിഷമമല്ല, അങ്ങനെ ചോദിക്കരുത്. നിങ്ങളുടെ സ്ഥിരം ശൈലിയാ. ഇപ്പൊ നിങ്ങൾ ഫ്രെയിമിനകത്ത് ഇടതുപക്ഷ പ്രതിനിധിയെ പലതവണ മാറ്റി. അതെന്തിനാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റുകൾ വിഷമിക്കരുത്. നിങ്ങൾ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അതൊരു ടെക്നിക്കൽ പ്രശ്നമായിരുന്നു ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് എന്റെ നല്ല സുഹൃത്താണ്, അങ്ങ് എന്റെ നല്ല സുഹൃത്താണ്, അങ്ങ് എന്റെ നല്ല സുഹൃത്താണ്. അങ്ങേക്ക് ഇഷ്ടം പോലെ സമയം ഞാൻ അനുവദിക്കാറുമുണ്ട്. താങ്കൾ പറയൂ, താങ്കളുടെ വാദം എന്താണ് ഇക്കാര്യത്തിൽ? ഇങ്ങനെ വേണു, നിങ്ങൾ പിടിക്കത്തില്ലേ? സേനാപതി വേണു പിന്നെ ഞങ്ങളുടെ നേരെ എതിർകക്ഷി നിൽക്കുന്നത്. അദ്ദേഹം സംസാരിച്ചപ്പോഴും അപ്രസക്തമായിട്ട് നിങ്ങൾക്കുള്ള നിർദ്ദേശം കൊണ്ടായിരിക്കാം ഇന്ററപ്റ്റ് ചെയ്ത്. അത് മോശമാണ്, തെറ്റാണത്. ഒരിക്കലുമല്ല. ടെക്നിക്കൽ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ PCR-ൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു. നമുക്ക് ചർച്ചയിലേക്ക് വരാം. പ്രൊഡ്യൂസർമാര് പറയും ഇടതുപക്ഷ പ്രതിനിധി ഇടപെടുന്നത്. അത് നിങ്ങളിപ്പോ നീലിമ പറഞ്ഞത്. നീലിനോട് എനിക്ക് ഒരു താല്പര്യമുള്ള ആളാ ഞാൻ. നീലിമ വ്യക്തിപരമായിട്ടല്ല ഇതിനകത്ത് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്ഥിര ശൈലിയാ, അത് തെറ്റാണത്. കോൺഗ്രസ് പ്രതിനിധിക്കും BJP പ്രതിനിധിക്കും നിരീക്ഷകർക്കും ഇടതുപക്ഷ പ്രതിനിധികൾക്കും നിങ്ങളൊരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അതിന് പ്രാധാന്യം കൊടുക്കണം. അത് പറയാൻ എന്നെ കൊണ്ട് നിർബന്ധിച്ചതാ. ഞാൻ എന്ത് പറഞ്ഞു ഓർത്തുകൊണ്ട് കയറി ഇങ്ങനെ ഇടപെടുന്നത്? താങ്കൾ പറയൂ. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ നീലിമേനെ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. നിങ്ങളുടെ സ്ഥിര ശൈലി തെറ്റാണ്, അത് മോശമാണ്. എത്ര ചാനലുകൾ ഞങ്ങൾ എല്ലാവരും പോയിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ നിലപാടോട് അംഗീകരിക്കും? ഞാനിപ്പോ ബഹുമാനപ്പെട്ട വേണുസാറിനോട് ചോദിക്കാൻ പാടില്ല. അതിന് പറയാനുള്ള ആരാണെങ്കിലും പറയട്ടെ, അതല്ലേ എന്നെ ശരിയെന്ന് വേണം. ഇത് പറയാതിരിക്കാൻ പറ്റും. ഇത് സ്ഥിരം പരിപാടി. അങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിരുത്തുന്നത്? ഞങ്ങളൊക്കെ എത്രയോ ചാനലുകളിൽ പതിവായിട്ട് ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന വെറുതെ ഇങ്ങനെ ഒരു നല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയാതെ പോകുന്നതാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാ. അത് മറുപടി പറയാനുള്ള അത്യാവശ്യം ഇതുള്ളതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ ഇടതുപക്ഷത്തിന് ഒറ്റ പ്രതിനിധി മാത്രമേ ഉള്ളൂ. എനിക്ക് മറുപടി പറയാനുണ്ട്. ഞാൻ വേണുസാറിനോട് ചോദിച്ചത് നിങ്ങൾക്ക് അനുകൂലമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഖണ്ഡിക്കാനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? DNA ടെസ്റ്റ് നടത്തിയത് എന്റെ വാക്കുകൾക്ക് പറ്റിയ ഒരു പെശകാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പിന്നെ PV അൻവർ പറഞ്ഞത് എന്താ അറിയോ? അത് വ്യാപകമായ പ്രതിഷേധം ദേശീയ തലത്തിൽ പോലും വാർത്ത വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ചമ്മിപ്പോയി പറഞ്ഞതറിയോ? രാഷ്ട്രീയ DNA ഒന്നും തിരുത്തി പറഞ്ഞു, അല്ലാണ്ട് അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഇന്നലെ ഇന്നുമായിട്ട് 4 പ്രതികരണങ്ങൾ കോൺഗ്രസിന് ഞാൻ പറയാം. ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. PT പറയാൻ കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ഇട്ടു ഈ PV അൻവറിന്റെ പിൻ പോയിന്റ്. അതെന്താ പറഞ്ഞത്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ 2 ആരോപണങ്ങളും അതേ പിൻവലിച്ച് മാപ്പ് പറയാന്ന് ചോദിച്ചു. അതായത് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ UDF-ലെ പ്രവേശനത്തിനോട് അതൃപ്തി പറഞ്ഞു. ഷിബു ബേബി ജോൺ പറഞ്ഞു, മാത്യു കുഴലാണ് പറഞ്ഞു. ഇതിലൊക്കെ കടുത്ത് പറഞ്ഞാരാന്നറിയോ? ബഹുമാനപ്പെട്ട ആര്യാട് മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് ആര്യാട് മുഹമ്മദ് ഇന്നെന്താ പറഞ്ഞെന്നറിയോ? കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ വന്യജീവി സംരക്ഷണ പ്രശ്നമായിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് വാ തുറക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നത്, അതായത് നിങ്ങൾ നിലനിൽപ്പോഴും ഞങ്ങളോട് വന്നിരിക്കുന്നത് അത് പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നിങ്ങൾ ഏറ്റുപിടിക്കുന്നത്. ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റ് നടക്കും, അതിന് മറുപടി വരാൻ അംഗീകരിക്കണം. ഇതിനകത്ത് ഈ പാനലിൽ പങ്കെടുക്കുന്നവർ അങ്ങനെ അതിക്രമിച്ച് വരുന്നവരല്ല. കാരണം അതാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്നു പറഞ്ഞത്.
അതാണ് പി വി അൻവറിന്റെ നിലപാട്. ഇവിടെ രാഷ്ട്രീയപരമായ ഗതികേടുണ്ടായ ആർക്കാ? UDF. ഇനി ഒരു കാര്യം പറയാം, മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന UDFന്റെ മെയിൻ കക്ഷിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തള്ളിക്കളി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സതീശിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് നിലപാട് UDF പോലും ചേരാതെ പറഞ്ഞു എന്തുകൊണ്ടാണ് പി വി അൻവർ എടുത്തു എന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന് പോലും മലപ്പുറത്തെ പല സീറ്റുകളും അവർക്ക് കൈവിട്ടു പോകുന്നൊരു ആശങ്കയുണ്ട്. പേര് പറയാം ധൈര്യമായിട്ടും, പെരിന്തൽമണ്ണ, ഏറനാട്, നിലമ്പൂര് പോലെയുള്ള ചില മണ്ഡലങ്ങൾ അടുത്ത തവണ ജയിക്കുന്നൊരു ഭയം അവർക്കുണ്ട്. ഒരു സംശയമായിരിക്കണല്ലോ, കാരണം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ സ്പ്ലിറ്റാ. അതുകൊണ്ടാണ് പച്ചയ്ക്ക് വർഗീയത, മതം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇന്നും പത്രസമ്മേളനം നടത്തിയ ഈ പി വി അൻവറിനെ ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞത്. അത് ആരാ പറയുന്നത്? കേരളത്തിലെ മതേതരത്തിന് ഏറ്റവും അധികം സംഭാവന നൽകുന്നത്, കേരളം ആദരിക്കുന്ന ഒരു സെക്യുലറിസ്റ്റാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അന്നും ഇന്നും ഞങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നവരാ. അദ്ദേഹത്തിന് പോലും ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് പത്രക്കാർ ഒരു കാര്യം ചോദിച്ചു, ഈ ഇന്നലെ രാത്രിയിൽ ആരോടാ ഈ പറയുന്ന പി വി അൻവറിനോട്, അദ്ദേഹത്തിനോട് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തള്ളി പറയുന്നുണ്ടെന്ന് ചോദിച്ചു, DNA കാര്യമൊക്കെ. അദ്ദേഹം പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയം പറയാനില്ല, നമുക്ക് ഈ കർഷകരുടെ കാര്യത്തിലേക്ക് പറയാന്ന് പറഞ്ഞു. അയാൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, പറയാനും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്റെ ബഹുമാനി സുഹൃത്ത് യുവരാജ് ഗോയൽ ചർച്ചയ്ക്ക് ഇരിപ്പുണ്ട്, ഇവരാരെങ്കിലും ഇത്രയ്ക്ക് ബോക്കോടായിട്ടൊരു വാക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞു? എന്താണ് മനുഷ്യൻ ഉദ്ദേശിച്ചത്? അയാൾ ജയിലിൽ പോകേണ്ടതാ DNA പരീക്ഷിക്കണം എന്ന് പറഞ്ഞപ്പം ഒരു തർക്കമല്ല കരുതി. വേണു സാറും അത് എന്നോട് യോജിക്കുന്നത് തോന്നി. നമുക്കൊക്കെ ഒരു സംസ്കാരമുണ്ട്, അങ്ങനത്തേക്ക് അൺകൾച്ചേർഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു മനുഷ്യൻ, മതത്തിന്റെ പേരും ജാതിയുടെ പേരിലും പറഞ്ഞൊരു മനുഷ്യൻ, എന്തിനധികം അദ്ദേഹം സ്വർണ്ണം പൊട്ടിക്കൽ ആരോപണമായിട്ട് വന്നപ്പോ അദ്ദേഹം പിൻ പോയിന്റ് ചെയ്ത് ആരെയാ? മുസ്ലിം ലീഗ് നേതാക്കന്മാരെയാണ്. സ്വർണ്ണക്കടത്തിൽ മേജർ സെക്ഷൻ അവരാണെന്നാ പറഞ്ഞത്. എന്നിട്ട് കൂടെ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തില് മുഖ്യമന്ത്രി അനുകൂലിച്ചു. മുഖ്യമന്ത്രി മറുപടി കൊടുത്ത് പറഞ്ഞത് എന്താ? മലപ്പുറം ജില്ലയെ മുഴുവൻ ജാതിയുടെ പേരിൽ അവഗണിക്കുകയാണ്, മുസ്ലിം വിരോധ ഭരണം എന്ന് പറഞ്ഞ്. ഇങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാതെ കണ്ട്, വെളിവില്ലാതെ കണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിലുള്ള അപക്വമായ വാക്കുകൾ മാത്രം പറഞ്ഞ അപ്രസക്തനായ ഒരു വ്യക്തിയെ ഞങ്ങള് പ്രാധാന്യം കൊടുത്തു നീലിമ ചോദിച്ചേ. അത് എന്തൊരു ചോദ്യം! അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രാധാന്യമില്ല, ഒരു പ്രാധാന്യം. അടുത്ത പ്രാവശ്യം അങ്ങനെ നിയമസഭ കാണത്തില്ല, ദർ ഇസ് നോ ഡൗട്ട്. നീലിമ എഴുതി വെച്ചു, റെജിനു കോസ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആരും ഒരു നേതാവിനെ കുറിച്ചും പറയത്തില്ല, ജനങ്ങൾ അതിന്. പക്ഷെ ഇങ്ങനെ കുറിച്ച് പറയാം. കാരണം അറിയോ, നിങ്ങൾ നിലമ്പൂരി ഒന്ന് ചോദിച്ചു നോക്കൂ, നിലമ്പൂരി ഒന്ന് ചോദിച്ചു നോക്കൂ. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു ചുക്ക് മണ്ണാങ്കട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. വെറുതെ ഗിമ്മിക്സ്ഡ് മാത്രമേ. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇദ്ദേഹത്തിന് വലിയ ആളാക്കിയത്. അല്ലാതെ വേറെ നേതാവ് കേരളത്തിൽ നിയമസഭ കയറിയ എന്ന് പറയാൻ ഞാൻ ആളല്ല, ഞങ്ങൾ ആരും ആളല്ല. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. ഇദ്ദേഹം എങ്ങനെയാണ്? ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ 480 കോടിയോളം വികസനത്തിന് എനിക്ക് സർക്കാർ അനുമതി നൽകിയെന്ന് പറഞ്ഞ മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അവഗണിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. ഇനി മറ്റൊരു പ്രത്യേകത പറയാം. ഇദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ 2015 മത്സരിച്ചു. ഇദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടി? CPIക്ക് കിട്ടിയത് 2832 വോട്ടാ കിട്ടിയത്. അത് ഇദ്ദേഹത്തിന് കിട്ടിയത് 40,000 മുകളിൽ വോട്ടാ കിട്ടി. എങ്ങനെ ഇദ്ദേഹത്തിന് വോട്ട് കിട്ടിയത്? അവിടുന്ന് എവിടെ എത്തി ഈ മനുഷ്യൻ? നിങ്ങൾ പറയൂ. അതുപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ചേലക്കരയിൽ തോപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സുധീർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു വിമതനെ മത്സരിപ്പിച്ച് 4600 വോട്ട് അവർ നേടി. ആരുടെ അക്കൗണ്ടിൽ നിന്നാ വോട്ട് പോയത്? ഈ കോൺഗ്രസ്സുകാരുടെ അക്കൗണ്ടിൽ നിന്നാ. ആൾപ്പാടെ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ ഷെയർ നിങ്ങൾ നോക്കൂ. BJPയുടെ 16,000 വോട്ട് ഉയർത്തി. കാരണക്കാരാരാ? ഈ പറയുന്ന അൻവർ അവിടെ പോയി പറഞ്ഞത് എന്താ? മുസ്ലിം വർത്തമാനം മാത്രം. മുസ്ലിം സമൂഹത്തിലെ, കേരളത്തിലെ മതേതരത്തിന്, മതസൗഹാർദ്ദത്തിന് ഏറെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ വിഭാഗമാണ് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞത്. അവിടെയൊക്കെ കേരളത്തിനെ അറയ്ക്കുന്ന രീതിയിലുള്ള വർഗീയത മാത്രം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മൈക്കിനകത്ത് സംസാരിച്ച് ഈ അൻവറെ പോലെ ഒരാളെ ഇങ്ങനെ എടുക്കാനായിട്ട് ഉളുപ്പില്ല ഇവർക്ക്. ഇവർ ആരെങ്കിലും എടുക്കട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അത് റോങ് ആണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ശരി, ശ്രീ പാണ്ഡ്യല ഷാജി, നേരത്തെ ഈ PV അൻവർ LDFന്റെ ഭാഗമായിരുന്നപ്പോൾ ഒരു സെക്കൻഡ് ഷാക്കിറിലേക്ക് വരാം. പാണ്ഡ്യല ഷാജിയിലേക്ക് പോയിട്ട് കുറച്ച് സമയമായി, അതുകൊണ്ടാണ്. ശ്രീ പാണ്ഡ്യല ഷാജി, PV അൻവർ പിണറായിയുടെ ഭാഗമായി നിന്നപ്പോൾ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെല്ലാം സംസാരമാണ് നടത്തിയത്. മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷം മുഴുവൻ സ്വർണ്ണ കള്ളക്കടത്തുകാരാണ് എന്നടക്കമുള്ള പ്രസ്താവന PV അൻവറിൽ നിന്നും ഉണ്ടായത് നമ്മൾ കേട്ടതാണ്. അതൊക്കെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം മുൻനിർത്തിയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ കൃത്യമായി ചില വോട്ട് ബാങ്കുകൾ കയ്യിൽ വരണമെന്നൊക്കെ പിണറായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ PV അൻവറിനെ കൊണ്ട് അതൊന്നും നടന്നില്ല. PV അൻവർ പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയെ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ മലപ്പുറം ജില്ലയെ അങ്ങേയറ്റം അവഹേളിച്ച ഇയാളെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് സ്വീകരിക്കാൻ കഴിയുക? അല്ല, ഇതിനകത്തൊരു വിഷയം വരുന്നതിന് മുൻപ് ഒറ്റൊരു സംഭവമാണ്. ഇപ്പോൾ എനിക്ക് തൊട്ട് മുൻപ് സംസാരിച്ചിട്ടുള്ള പിന്നെ റെജി ലൂക്കോസ്
പിന്നെ അൻവറെ കോൺഗ്രസ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ പിന്നെ ചേരുന്നതിനെതിരെ വന്നിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. ഈ വികാരത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് പിന്നെ പ്രസംഗത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം കോട്ട് ചെയ്തത്. ഞാൻ ഒറ്റ കാര്യം പറയാം, എൻ കെ പ്രേമചന്ദ്രൻ MP ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളല്ലേ, ബാക്കിയെല്ലാം വിട്ടാണ് ജീവിച്ചിരിപ്പുള്ള ആളല്ലേ. ആ ആളെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന വാക്കെന്തായിരുന്നു നമുക്ക് അറിയുന്നതല്ലേ. ഇതുപോലെ തന്നെ പിന്നെ താമരശ്ശേരിയിലെ ബിഷപ്പ് വിളിച്ചിരിക്കുന്ന സംഭവം എന്തായിരുന്നു നമുക്കറിയുന്നതല്ലേ. ഇതെല്ലാം ചെയ്തിട്ട് കൂടി ഇദ്ദേഹം എന്താണ് പരമമാന്യനായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ഭാഷാപരമായ പ്രയോഗത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് അത് പലപ്പോഴും എന്തായിരിക്കും അവനവൻ പ്രതിനിധീകരിക്കുന്ന മുന്നണി സംവിധാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ് അത്തരം പദപ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് ഒറ്റയാൾ ഈ മാതിരി വാക്ക് പ്രയോഗിക്കാറില്ല, ലീഗിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാറില്ല. ഒരു പക്ഷേ BJP നിന്ന് ഏതെങ്കിലും ഒരാളിങ്ങനെ പ്രസംഗിച്ചതായി ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ കിട്ടാവാറില്ല. അപ്പോൾ ഇതുണ്ടാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിന് അകത്തു നിന്ന് ജനങ്ങളെ ഭരിക്കാൻ തീരുമാനിക്കുന്നവരുടെ തലയിൽ നിന്ന് മാത്രം ഉദിക്കുന്ന വാക്കുകളാണ് ഈ വാക്കുകൾ. അത്തരത്തിലുള്ള വാക്കുകളുടെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയമായി തന്നെയാണ് അവിടെ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ വിഷയം വരുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഭിന്നാഭിപ്രായത്തിന്റെ വിഷയങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല ഞാൻ പറയുന്നത്. എന്റെ പറയാൻ വിഷയം എന്താ അറിയോ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്ന് ഏതെങ്കിലും ഒരു മുന്നണിയുടെ നേതാവ് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരക്ഷരം ഉരിയാടുമോ ഉരിയാടിയെങ്കിൽ അവൻ അതേ ഓർമ്മയുണ്ടാവുള്ളൂ. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തുന്നത് അതുകൊണ്ടാണ് അതൊരു ബഹുവർഗ ജനാധിപത്യ പാർട്ടിയാണത്. ഒരു ബഹുവർഗ ജനാധിപത്യ പാർട്ടിക്കകത്ത് നിന്ന് സ്വാഭാവികമായിട്ടും വിയോജിക്കാൻ എന്തിനേറെ BJP-ക്കകത്ത് പരാമർശം വിയോജിപ്പുകൾ ഉണ്ടാകുന്നില്ലേ? BJP-ക്കകത്ത് ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് എത്രമാത്രം ഗംഭീരമായിരിക്കുന്ന വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിയോജിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ ഒരു മര്യാദ. ഈ മര്യാദക്ക് പകരം ഒറ്റ ശബ്ദം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് ഓട്ടോക്രസിയാണ്. ആ ഓട്ടോക്രസിക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ സംഭവമാണ്. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന വിഷയം, ആ ചോദിക്കുന്ന വിഷയത്തിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഈ കേരളത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന കമ്മ്യൂണൽ പോളറൈസേഷൻ മാത്രമല്ല റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിന്റെ ഫലമായാണ് അൻവർ ഇത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അൻവർ ഇത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്? അൻവറിനെ ടാർഗറ്റ് ചെയ്യാൻ, അൻവർ കൊള്ളക്കാരനാണെന്ന് പറയാൻ ആദ്യം എടുത്തിരിക്കുന്ന കാരണം ഏതാണ്? മലപ്പുറം ജില്ല മുഴുവൻ തന്നെ കള്ളന്മാർ. BJP ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും BJP ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രയാണ് താല്പര്യപ്പെടുന്നത്? ഒറ്റ സംഭവം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് തീർച്ചയായും എന്താണ്? തന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് തനിക്കും തന്റെ കുടുംബത്തിനും എന്നേക്കുമായി രക്ഷ നേടാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിദ്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. ആ സ്ട്രാറ്റജിക്കാണ് കേരളത്തെ വിഘടിപ്പിക്കുക, കേരളത്തെ ജനങ്ങളെ വിഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇയാൾ കൊണ്ടുപോകുന്നു. ഇതെന്താണ്? അത് അങ്ങേയറ്റം അധാർമികമാണ്. ഈ അധാർമികമായ പ്രവൃത്തി നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കേരളത്തെ മുച്ചൂടും മുടിക്കണമെന്നാണ് അതിനർത്ഥം. ഈ അർത്ഥം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിവരിച്ചു നടത്തിയിരിക്കുന്ന ഒരാളായിരുന്നല്ലോ എന്റെ പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്നു സഖാവ് MBR പാർട്ടിയിൽ നിന്ന് അതിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പോലും കോൺഗ്രസ് എതിരെ നടന്നു. ഈ നാട്ടിൽ അന്നേരം ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന പ്രയോഗമുണ്ട്, നായ്ക്കൊറ പ്രയോഗം. ഈ നായ്ക്കൊറ പ്രയോഗം വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അടികൊള്ളാത്ത ഒരു ഒറ്റയാളില്ല. അതിന്റെ ലിവിംഗ് മാർച്ചേറും കൂടിയാണ് ഞാൻ. ഈ പറയുന്ന ഞാൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗം കൊണ്ട് നേരം നായ്ക്കൊറ ഉപയോഗിച്ച് നാട്ടുകാർ മുഴുവൻ തന്നെ നമ്മുടെ ഈ CPM-മാരെ ഇടങ്ങാറാക്കുമ്പോൾ ഞാൻ ഒരു മറുപടി ഉള്ളവര് നായ്ക്കൊറ പൊടിയാണോ മുഖ്യശത്രു, കോൺഗ്രസ് ആണോ മുഖ്യശത്രു? ഇതായിരുന്നു എന്റെ ജീവിതം പഠിപ്പിച്ച ചോദ്യമാണിത്. ഈ ചോദ്യമായിരുന്നു ജീവിതം. ഇവിടെയും വരുന്ന വിഷയം എന്താണ്? ആ MBR-ന് കേരളത്തിലെ തെരുവിലൂടെ നടക്കാനുള്ള ഒരു കരുത്ത് അന്ന് കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയെ പെട്ടിരിക്കുന്ന കരുണാകരനുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സുധാരാട്ടുള്ളത് കൊണ്ടും, അതോടൊപ്പം തന്നെ മറ്റ് ജനാധിപത്യ കക്ഷികളുണ്ട്, BJP-യുടെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. കാരണം അത് CPM-നെ ചെറുക്കാനുള്ള ഒരു ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഒരുത്ത് വരുന്നത്. അയാൾക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല, ഉറപ്പാണ്. അൻവർ ഒറ്റക്ക് നിൽക്കുക അസാധ്യമാണ്. ഒറ്റക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അൻവറിനെ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ അഭയമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത്ര ഒരു നിലപാടെടുത്തേ പറ്റുകയുള്ളൂ. പക്ഷേ അത് അത്തരത്തിലൊരു നിലപാടെടുക്കുന്ന തിട്ടൂരം CPM-ന്റെ അടുത്ത് വാങ്ങണമെന്ന് പറയുന്നിടത്താണ് അതിലെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. മറ്റു കാര്യങ്ങൾ വേറെയാണ്.
അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ സർവ്വതും ശരി, അല്ലാതെ വന്നപ്പോഴോ അല്ലാതെ വരുമ്പോഴോ അത് മുഴുവൻ തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ എന്താണ്? അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു വാദം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിനകത്ത് CPM എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങേയറ്റം കമ്മ്യൂണലാണ്. അത് മാത്രമല്ല അവർ ഭയക്കുകയും ചെയ്യുന്നു. 2026 മുൻനിർത്തി കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്ന ഇത്തരത്തിലുള്ള ജാതി രാഷ്ട്രീയം, ഈ ധ്രുവീകരണ രാഷ്ട്രീയം അത് തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. ലീഗ് പ്രതിനിധി CK ഷാക്കിറിലേക്കാണ്. ഷാക്കിർ, ലീഗിൻ്റെ ഒരു രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയ ഘടന തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങളോട്, ആശയങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ലീഗിന് കൈവരികയാണ്. അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി ലീഗിനെ ഈ ഒരു വലിയ വിമർശനത്തിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, PV അൻവറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വർഗീയ ഏകീകരണത്തിലേക്ക്, ന്യൂനപക്ഷ ഏകീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് വിമർശനം ഉയരുന്നത്. ഇത്തരത്തിൽ PV അൻവറിനെ ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിനുള്ള ഒരു ടൂളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ലീഗിനെതിരെ ഉയരുന്ന ഒരു രാഷ്ട്രീയ വിമർശനം. മറുപടി. അല്ല, വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എന്ത് യോജിപ്പാണ് ലീഗ് ഉള്ളത്? അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി അതുവരെ ചേർത്ത് പിടിച്ച പിണറായി വിജയൻ അവരെ എന്താണ് ഓർമ്മപ്പെടുത്തു, പറഞ്ഞത് ഓർമ്മപ്പെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ബിജെപിയെ ചെറുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങളുടെ ഘടകകക്ഷിയായ CP ജോൺ പറഞ്ഞു. അത് അദ്ദേഹം ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുന്നത് കൊണ്ട് ലീഗിന് ഒരു പ്രശ്നവുമില്ല എന്ന് സാദിഖലി തങ്ങൾ തന്നെ പറഞ്ഞ സാഹചര്യമില്ലേ? അപ്പോൾ ഏത് വിധേനയും ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അതാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. അതിന് പറ്റിയ ആളെ തന്നെ PV അൻവറിനെ നിങ്ങളുടെ മടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതാണ് ഇന്ന് കേരളം കണ്ടത്. അതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനം. മറുപടി. നിങ്ങൾ ആ വിമർശനം നിങ്ങൾ നോക്കുക, അടിസ്ഥാനരഹിതമല്ലേ? PV അൻവർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ നേതാവിനെ ഇപ്പൊ നേരത്തെ തന്നെ റെജി ലൂക്കോസ് പറഞ്ഞിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറനാട്ട് 2011 PV അൻവർ സ്ഥാനാർത്ഥിയുണ്ട്, CPI-കാരനാണ്. ഒരു മിനിറ്റ്, ആ PV അൻവർ നോക്ക്, ദീനി ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ ഇപ്പൊ PV അൻവറിനെ വർഗീയവാദിയാക്കാൻ പിണറായി വിജയൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ PV അൻവറിനെ ഇപ്പോഴും ഇടതുപക്ഷ MLA അല്ലേ PV അൻവർ? അദ്ദേഹത്തെ ലീഗിനെതിരെ മത്സരിപ്പിച്ചത് പിണറായി വിജയനും സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ അല്ലെന്നേ. ഇപ്പൊ സരിന് പാർട്ടി മാറിയപ്പോ, സ്ഥാനാർത്ഥി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, തലേ ദിവസം മാറാം. എന്നാൽ PV അൻവർ ഒരു MLA, സർക്കാരിനത് പ്രതികരിച്ചിട്ടുള്ളൂ. അദ്ദേഹം കോൺഗ്രസിലോ ലീഗിലോ UDF-ലോ ചേർന്നിട്ടില്ല. അത് ചേരണമോ വേണ്ടയെന്ന് അദ്ദേഹം തീരുമാനിക്കണം, എടുക്കണമോ വേണ്ടേ എന്നുള്ളത് UDF തീരുമാനിക്കണം. അതിനു മുമ്പ് സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ച ഈ PV അൻവറിനെ നിങ്ങൾക്ക് എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നു? അതാണ് സംശയം വരുന്നത്. വെറും കാട്ടാനയൊന്നുമല്ല, വന്യജീവി ആക്രമണം ഒന്നുമല്ല പ്രശ്നം. അവിടെ അൻവർ പറഞ്ഞ ചില വാക്കുകളാണ് പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന് PV അൻവർ പറയുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. ന്യൂനപക്ഷ വേട്ടല്ല, കാട്ടാന ആളുകളെ കൊന്നു നിന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താ ന്യൂനപക്ഷ വേട്ട പറയുന്നത്? അല്ല, ന്യൂനപക്ഷ വേട്ട അല്ല പറഞ്ഞത്. കാട്ടാന ആളെ കൊന്നതിനും വനനിയമവുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ കേട്ടില്ല. ഇന്ന് നമ്മൾ കേട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമി വിഷയം കംപ്ലീറ്റ് ചെയ്യട്ടെ, മറുപടി പറയാലോ. കറക്റ്റ്, അതെ. നിങ്ങൾ പറയാൻ സമ്മതിക്കൂല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കൃത്യമായി പറയാം.
അല്ല, കൃത്യമായി പറയാം. നിങ്ങൾ ഈ ജനൻ ടിവിയുടെ പ്രേക്ഷകർ കേൾക്കാൻ കൂടി പറയാണ്, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഐഡിയോളജിക്കലുമായി ഞങ്ങളുമായി പലതരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പലരും പല മുന്നണികൾക്കും പാർട്ടികൾക്കും വോട്ട് ചെയ്യാറുണ്ട്. ആ വോട്ട് CPM അനുകൂലമാണെങ്കിൽ അവർ മതേതരവാദികൾ, CPM എതിരാണെങ്കിൽ അവർ വർഗീയവാദികൾ. ഇതെന്തൊരു മര്യാദയാണ്? ശരി, ഷാക്കിറെ, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഷാക്കിറെ, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഷാക്കിറെ, ഞാൻ താങ്കളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, 2015 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് CPM കൂട്ടുകൂടെയാണ് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച് നടന്നിരുന്നത് നിങ്ങളുടെ ലീഗിന്റെ നേതാക്കൾ തന്നെയാണ്. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഷാക്കിറെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പ്രസ്ഥാനം അല്ലാതെ ആയി മാറിയത്? പിന്നെ മാത്രമല്ല, മാതൃഭൂമിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നിങ്ങളുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ. അദ്ദേഹത്തോട് ജമാഅത്തെ ഇസ്ലാമി SDP-യെ കുറിച്ചും ചോദിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു പറഞ്ഞിരിക്കുന്ന മറുപടി, ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗിന്റെ ബന്ധം ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദ വേദി രൂപീകരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് എന്ത് നിലപാടുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ CPM കംപ്ലീറ്റ് ചെയ്യട്ടെ, UDF-ഉമായിട്ട് ജമാഅത്തെ ഇസ്ലാമി സഹകരിക്കുന്നു എന്ന് വരുമ്പോ CPM നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇതേ നിങ്ങൾ തന്നെയാണ് ഇവരുമായിട്ട് കാലങ്ങളായിട്ട് മുസ്ലിം സൗഹൃദ വേദി തുടങ്ങി മുമ്പോട്ട് വന്നിട്ട് ഇപ്പൊ വന്ന് നിന്നിട്ട് എന്താണ് അവരെ CPM-ഉമായിട്ട് അവർ ചേർന്ന സമയത്ത് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടായിരുന്നത്. ഇപ്പൊ അവരെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് നിലപാട്? നിങ്ങളത് ആദ്യം പറയുന്നേ. പിന്നെ ഷാക്കിർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഷാക്കിർ പറഞ്ഞ എനിക്ക് തിരിച്ച് ആ സമയത്ത് മറുപടി പറയാൻ പറ്റാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ആൾക്കാർ കാണാൻ വന്നത്. ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾ ആ വിഷ്വൽ ഒന്നും കൂടി എടുത്തിട്ടൊന്ന് കാണാമോ? ഈ ആൾക്കാരെല്ലാവരും വെള്ള ഇട്ട് കൃത്യമായി രാഷ്ട്രീയക്കാരുടെ യൂണിഫോമിലാണോ ഈ അത്താണിയെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്? അവിടെ നടന്നത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ റാലിയാണെന്ന്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞു നാനാജാതി മതത്തിലുള്ള ആൾക്കാരെന്ന്. നിങ്ങളൊന്ന് ആ വിഷ്വൽ നോക്കുന്നേ, അത് നാനാജാതി മതസ്ഥരാണോ അതോ കൃത്യമായി രാഷ്ട്രീയക്കാരാണോ എന്നുള്ള നിങ്ങൾ ആ വിഷ്വൽ എടുത്തു വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കുന്നേ. UDF ലീഗിന്റെ മുമ്പിൽ അടിയറ പറയുന്ന സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹൈക്കമാൻഡ് നെഹ്റു കുടുംബത്തിൽ നിന്ന് മാറി പാണക്കാട് കുടുംബത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷാക്കിറെ, അത് നിങ്ങൾ സമ്മതിച്ചാൽ മതി. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ മലപ്പുറത്തെയോ കോഴിക്കോട്ടെയോ പാണക്കാട്ട് സിസ്റ്റം അറിയുന്ന ആളുകളോട് നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നിങ്ങൾ പാണക്കാട്ട് വരണം. യുവരാജ് ഗോകുലോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തങ്ങളെ കാണാനും പരാതി പറയാനും സങ്കടം പറയാനും സന്തോഷം പങ്കുവെക്കാനും ആയിരക്കണക്കിന് ആളുകൾ വരും. ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷെ ഞങ്ങളിപ്പോ കണ്ട വിഷ്വൽ തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങളോട് ഞങ്ങളെ കാണുന്ന വിഷ്വൽ തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾ കാണുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. കൃത്യമാണ്. പാണക്കാട്ട് ചൊവ്വാഴ്ചകളിൽ മറ്റു ദിവസങ്ങൾ ഇഷ്ടം പോലെ അല്ല. നിങ്ങൾ അതിനകത്ത് നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാവരും. അവിടെ രാഷ്ട്രീയമായ നടന്നതെന്ന് പറയുന്നതിൽ എന്താ ഇത്ര പ്രശ്നം? ലീഗിനെന്താ പ്രശ്നം? കോൺഗ്രസ് നിഷേധിക്കുന്ന മനസ്സിലാക്കാം. പറഞ്ഞിട്ടില്ലേ അവിടെ? മാത്രമല്ല അടച്ചിട്ട റൂമിലല്ലല്ലോ ചർച്ച. അല്ല, ശ്രീ യുവരാജ് ഗോകുൽ, പാണക്കാട്ട് നടന്ന അടച്ചിട്ട റൂമിലെ ചർച്ചയല്ല. നിങ്ങൾ കണ്ടില്ലേ? മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇല്ലേ? ഷാക്കിറെ, ഞാനും ചോദിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയെ കുറിച്ച്. എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല ഷാക്കിറെ. സത്യമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. താങ്കൾ പറഞ്ഞു അവിടെ ചൊവ്വാഴ്ച ദിവസം അവിടെ വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ ആൾക്കാർ പരാതി പറയാൻ വന്നിരിക്കുന്നതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ചയിൽ അവിടെ കാണുന്നത് മുഴുവൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെയാണ് ചുറ്റും കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ താങ്കൾ എന്തിനാ നിഷേധിക്കുന്നത്? അല്ല, രാഷ്ട്രീയക്കാരെ അല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുണ്ട്, ലീഗ് നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞു വൻ ജനാവലിയെ കൂട്ടി സ്വീകരണം ഏർപ്പെടുത്തിയെന്ന കേട്ടോ. രാഷ്ട്രീയ നേതൃത്വത്തിനെയാണ് കാണുന്നത് പരിപൂർണമായിട്ടും. ഒരു മിനിറ്റ് എനിക്ക് ആരാണ് അവിടെ നേതാക്കന്മാർ? ആരുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബും 2-3 പേരും അല്ലാത്ത. ഒരു സെക്കൻഡ്, സേനാപതി വേണു അദ്ദേഹത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് സമയമായി. ക്ഷമിക്കണം ശ്രീ സേനാപതി വേണു. അതായത് ഇപ്പോൾ നോക്കൂ, മുസ്ലിം ലീഗ് UDF-ലെ ഒന്നാമത്തെ കക്ഷിയായി ഇതുപോലെ
നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ്. ഏത് വിധേനയും ജയിക്കണം. ഇതിൽ കോൺഗ്രസിനൊരു സേ ഇല്ലാതാവുകയാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും ഇത് തന്നെ ഉണ്ടായത്. രമേശ് ചെന്നിത്തലയെ നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിൽ സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വരുന്നു. അതായത് കൃത്യമായ സന്ദേശം ഇതാണ്: കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തലയെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അത് നടപ്പാക്കിക്കൊള്ളൂ എന്ന്. ഈ അൻവറിന്റെ കാര്യത്തിലും അത് തന്നെയായി. നിങ്ങൾക്ക് ദഹിക്കാൻ കഴിയില്ല, പക്ഷേ ഇത് ലീഗിന്റെ തീരുമാനമാണ് എന്ന് പറയാതെ പറയുകയാണ്. നീലിമ, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പം മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യമില്ല. ആ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2025 ഏപ്രിലല്ല, 2026 ഏപ്രിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ്. VD സതീശന്റെ വാക്ക് ഞാൻ ഒന്ന് കടമെടുക്കുന്നു. ഞാനിപ്പോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയാൽ UDF അധികാരത്തിൽ വരില്ല. എന്റെ ലക്ഷ്യം കേരളത്തിൽ UDFനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തലയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഒക്കെ തീരുമാനിക്കാൻ ഭൂരിപക്ഷത്തിന് ശേഷം ഹൈക്കമാൻഡ് ഉണ്ട്. ഒരു സെക്കൻഡ് കൂടെ. യുവരാജ് ഗോകുലിനോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥന, ഞങ്ങളുടെ പാർട്ടിയുടെ അസ്തിത്വവും ഞങ്ങളുടെ പാർട്ടിയിൽ ആര് നേതാക്കൾ നയിക്കും എന്നൊക്കെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചോളാം. അപ്പോ 2026 ഞങ്ങളൊന്ന് തിരിച്ചു വരാൻ പോകുന്നു എന്നതിനെ കുറിച്ച് അതിന്റെ ഉത്കണ്ഠയും ആശങ്കയും CPM-നേക്കാൾ വലുതായി. ആ ഉത്കണ്ഠ CPM-നുണ്ട് എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ സനാതന ധർമ്മ വിവാദം പോലും മുഖ്യമന്ത്രി എടുത്തിട്ടത് ആ ഒരു ഭയത്തിന്റെ പുറത്തല്ലേ? കൈരളിയും പ്ലീസ് റെജിയിലേക്ക് ഒന്ന് പോകട്ടെ, സമയം പോകുന്നു, അതുകൊണ്ടാണ്. ഈ ചർച്ചയില് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളോട് ഷാക്കിർ പറഞ്ഞു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട് നാനാജാതി മത്സരം പരാതി പറയാൻ അവിടെ വരും. അതിലൊരാളെ ഉള്ളൂ, PV അൻവർ എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ആ ബോൾഡായ നിലപാടിനെ UDF പ്രവേശനത്തിന് PV അൻവർ പാണക്കാട് കയറി ഇറങ്ങിയതിനാകുമ്പോൾ എതിരെ അദ്ദേഹം ശബ്ദിച്ചതിനെ ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദിക്കുക. ആ തന്റെ ഇടം ഷാക്കിർ കാണിച്ചു. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ഏറ്റവും റിസൾട്ട് എന്ന് പറഞ്ഞത്. ഷാക്കിറിന് ഇതേ നിലപാടാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് വേണു സാറിന്റെ ഉള്ളിൽ അത് തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള വർഗീയ വിഷവിത്തുകളെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ അകറ്റി നിർത്തണം. അത് സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടി. ഈ ചർച്ചയുടെ ഏറ്റവും വലിയ റിസൾട്ട് അതാ. PV അൻവർ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യത ഇന്നില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹം സ്വയം തെളിയിച്ചു കഴിഞ്ഞു. തന്നെയല്ല അത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെയും ഇങ്ങനെയുള്ളവരെ അസഹിഷ്ണുത. ഈ ചർച്ചയുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞതാ. ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ചൊവ്വാഴ്ച ദിവസം പലരും മരുന്ന് കൂട്ടത്തിൽ വന്ന ഒരാളാണ് അടച്ചിട്ട് മുറിയിരുന്ന് സംസാരിച്ചില്ല എന്നൊക്കെ താങ്കൾ പറയുന്നതിനെ ഞാൻ അഭിനന്ദിക്കണം. അങ്ങനെ നിലപാടെടുക്കൂ, ആ തന്റെ ഇടം കാണിക്കൂ. അതാണ് കേരളത്തിന് ഇപ്പൊ ആവശ്യം. ലീഗിനെ നിലപാട് തന്നെയാണെന്നുള്ള ഈ ചർച്ചയിലൂടെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനാണ് പറയുന്നത് അൻവർ എന്ന് പറയുന്നത് അപ്രസക്തനാണെന്നും കൂടെ കൂട്ടാൻ കൊള്ളാത്ത ആളാന്നുള്ളവരും നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ നിലപാടുള്ളവരാ. അത് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും. അതുകൊണ്ട് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ റിസൾട്ട് അതാണ്. I really appreciate you from my heart. ശ്രീ യുവരാജ് ഗോകുൽ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് മുന്നണിയിലെ ഒന്നാമനായി മുസ്ലിം ലീഗ് മാറുകയാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം മറ്റൊരു രീതിയിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കോൺഗ്രസും ലീഗും തമ്മിൽ വെറും 5 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ UDF മുന്നണിക്കകത്ത് സ്വന്തം അസ്തിത്വവും സ്വന്തമായി നിലനിൽപ്പുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലീഗ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ സേനാപതി വേണു എന്നോട് പറഞ്ഞു, കോൺഗ്രസിൻ്റെ നേതാക്കളെ കോൺഗ്രസ് തീരുമാനിച്ചുകൊള്ളാം, കോൺഗ്രസ് തിരഞ്ഞെടുത്തു കൊള്ളാം എന്ന്. നല്ല കാര്യം. അത് എത്ര കാലത്തേക്ക് കൂടി തുടരും എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് കണ്ടറിയേണ്ടതുള്ളൂ. കോൺഗ്രസ് ICUവിലേക്ക് പോകുമോ എന്ന് കണ്ടറിയാം. UDFിലെ ഒന്നാമനായി മുസ്ലിം ലീഗ് മാറുകയാണ്. UDFിലെ കോൺഗ്രസ് മേധാവിത്വം തീരുകയാണ്. ഹൈക്കമാൻഡ് പാണക്കാടോ എന്ന ചോദ്യമാണ് ജന ഡിബേറ്റ് ഉയർത്തിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്തേ.